ഹലോ ഗായ്സ്, കുറേ ദിവസമായി നിങ്ങളെല്ലാവരും നൂലുകെട്ടിൻ്റെ വീഡിയോയ്ക്ക് വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. സോ ഇതാണ് നമ്മുടെ നൂലുകെട്ടിൻ്റെ വീഡിയോ. രാവിലെ തന്നെ മതിൽച്ചാട്ടമാണല്ലോ ദൈവമേ കാണുന്നത്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത് നമ്മുടെ സാരി ഡ്രൈപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പം അമ്മ അവിടെ പോയി വാങ്ങിച്ചാണ്. പുലർച്ചെ ഒരു 4:45 5 മണിയൊക്കെ സമയമായിട്ടുണ്ടാവും. ബൈ ദ ബൈ, നമുക്ക് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ലായിരുന്നു കേട്ടോ പണി കിട്ടിയത്. നമ്മൾ ടെൻഷൻ അടുപ്പിക്കുക, അതായത് പരീക്ഷണങ്ങൾക്കൊടുവിൽ സന്തോഷം കണ്ടെത്തുക എന്നൊക്കെ പണ്ട് ആരോ പറഞ്ഞിട്ടില്ലേ, ദതുക്കൂട്ടായിരുന്നു എൻ്റെ അവസ്ഥ. ആദ്യം ഡ്രസ്സ് കിട്ടാത്തതിൻ്റെ ടെൻഷൻ കുറേ അനുഭവിച്ച് ഡ്രസ്സൊക്കെ കയ്യിൽ കിട്ടി. ലാസ്റ്റ് മേക്കപ്പ് ചെയ്യേണ്ട അതായത് നമ്മുടെ അഞ്ചു ചേച്ചി, കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അഞ്ചു ചേച്ചിൻ്റെ ഹസ്ബൻഡ് രാത്രി പെട്ടെന്ന് വയ്യാണ്ടായി ഹോസ്പിറ്റലിലായി ഗൈസ്. അത് അറിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കിളി പറയും, ദൈവമേ ഇനി രാവിലെ എന്താക്കും, ഞാൻ പൗഡറും കണ്ണും എഴുതി പൗഡർ ഇട്ട് കണ്ണെഴുതി പോകേണ്ടി വരുമോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ച് നിന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, 1:10 ആകുമ്പോൾ ഞാനൊരു കോൾ ചെയ്തു. ആർക്ക്? നമ്മുടെ രശ്മി ചേച്ചിക്ക്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയാണ്. നമ്മൾ മുൻപും കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആളെനിക്ക് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഞാൻ രണ്ടും കൽപ്പിച്ച് ചെയ്തതാണ്. ചേച്ചിക്ക് ഉറങ്ങിയിട്ടുണ്ടാവും, 1:30 ആയിട്ടുണ്ട്, ഒക്കെ അറിയാം. ആദ്യത്തെ റിങ്ങിലൊന്നും കോൾ എടുക്കുന്നില്ല. 2 വട്ടം ചേച്ചീനെ വിളിച്ചു, ചേച്ചി എടുക്കുന്നില്ല. പിന്നെ ഞാൻ രേഷ്മേനെ വിളിച്ചു, അവളാണല്ലോ എൻ്റെ ഫ്രണ്ട്. അപ്പോൾ അവൾ ഉറങ്ങേണ്ട വെച്ചാൽ അവളെയും വിളിച്ചു, അവളും ഫോൺ എടുക്കുന്നില്ല. ആകെ മൊത്തത്തിലൊരു ടെൻഷനായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് എനിക്ക് ആളെ കോളിൽ കിട്ടി. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു, ചേച്ചി നാളെ വർക്കുണ്ടോ, ഒന്ന് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി എന്താ പറയുക, ദൈവം ഉണ്ട് എന്ന് പറയുക. നമുക്ക് അത്യാവശ്യം എന്താ പറയുക, നമ്മളിങ്ങനെ അപകടത്തിൽ പെടുന്ന സമയത്ത് സഹായിക്കുന്ന ആൾക്കാരെ പെട്ടെന്ന് എന്താ പറയുക മറക്കൂല അല്ലേ നമ്മൾ. അപ്പോൾ അതുപോലെയായിരുന്നു ചേച്ചീൻ്റെത്. ചേച്ചി പെട്ടെന്ന് അടി ഞാൻ വരാമെന്ന് പറഞ്ഞ്, അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് എൻ്റെ പോയ ജീവൻ തിരിച്ചു കിട്ടിയെന്നൊക്കെ പറയില്ലേ, ഇത് കൂട്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താ പറയുക, ഞാൻ എന്ത് ചളിയടിച്ചാലും ചിരിക്കാൻ ഈ ചേച്ചി അനിയത്തിയും ഒരു പിശുക്കും കാണിക്കല്ല കേട്ടോ. രണ്ടും ഇരുന്ന് ചിരിച്ചോളും. മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ചത് ഏത് ഉത്സവപ്പറമ്പെന്ന് വാങ്ങിയ മുത്തുമാലയെ കയ്യിലിട്ട് വന്നു കേട്ടോ. നമ്മളെന്താ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വേഗം അങ്ങോട്ട് ചേഞ്ച് ചെയ്തില്ല. മുപ്പത്തിക്ക് ഒരു സമാധാനം ഉണ്ടല്ലോ. കണ്ടോ, പെട്ടെന്ന് കയ്യിലെ ആ മാല അങ്ങോട്ട് മാറി, പിന്നെ വാച്ച് അങ്ങോട്ടായി. ഇതെന്തായാലും ഞാൻ ഇതിൽ കാണിക്കുന്ന അപ്പം തന്നെ പറഞ്ഞു കേട്ടോ. അത് കാണിക്കുന്നുള്ള ഏച്ചിക്ക് ഉറപ്പാണ്. കാരണം നമ്മളടുത്ത് ട്രോളം കിട്ടി നമ്മൾ വെറുതെ വിടുമോ? നമ്മളുടെ ഉണ്ടല്ലോ എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും അതിന് ഡ്രസ്സ്, അതുപോലെ ഓർണമെൻറ്റ്സ് ഒക്കെ പിന്നെ ഞാൻ ലാസ്റ്റ് നിമിഷത്തിലാട്ടോ തീരുമാനിക്കാറുള്ളൂ. വെച്ച് നോക്കിയിട്ടൊക്കെയാണ് തീരുമാനിക്കാറ്. പക്ഷേ ഡ്രസ്സ്, മേക്കപ്പ് ഇതൊക്കെ എനിക്ക് എന്താ പറയുക പക്ക ആയിരിക്കണം എന്നുള്ളത് ഭയങ്കര ഒരു നിർബന്ധം എന്നല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അങ്ങനെ. അപ്പോൾ ഇതുവരെ ചെയ്തതിൽ ഇപ്പോൾ ഫംഗ്ഷൻസിൽ ഇങ്ങനെ ഓവറായി എന്നുള്ളൊരു ഇതൊന്നും എനിക്ക് വന്നിട്ടില്ല. ചേച്ചി എസ്പെഷ്യലി നല്ല എന്താ പറയുക, എനിക്ക് എൻ്റെ വളകാപ്പിൻ്റെ അഞ്ചു ചേച്ചിയാണ് ചെയ്തത്. അത് ഭയങ്കര നോർമൽ, ഭയങ്കര മിനിമൽ എന്ന് വെച്ചാൽ നല്ല വൃത്തിയുള്ള മേക്കപ്പായിരുന്നു. അതുപോലെ തന്നെയാണ് കേട്ടോ രശ്മി ചേച്ചിയും ചെയ്തത്. എനിക്ക് ഇവരെ രണ്ടുപേരെയും എന്താ പറയുക മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. വളരെ സിമ്പിളായിരിക്കും, എന്നാലോ അയ്യോ മേക്കപ്പ് ചെയ്യേണ്ടായിരുന്നു എന്നൊരു മനുഷ്യൻ പറയില്ല. ചെയ്ത മേക്കപ്പ് നല്ല വൃത്തിക്കുള്ള മേക്കപ്പായിരിക്കും. നമുക്കതാണല്ലോ വേണ്ടത്. പിന്നെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കോംപ്ലിമെൻറ്റ് കിട്ടിയിരിക്കുന്നത് ഞങ്ങളെ ഡ്രസ് കോഡിലാണ്. അത് എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. ഒത്തിരി നന്ദി പറയാനുള്ളത് ട്രയോ ട്രെൻഡ്സ് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജാണ്. ഞാനിവിടെ പേജിൻ്റെ പിക്ക് കൊടുക്കാം, കോൺടാക്ട് നമ്പറും കൊടുക്കാം ഗൈസ്. അടിപൊളിയാണ്. കാരണം ഈ ഐഡിയാസ് ഫുള്ള് കൊണ്ടുവന്നത് അവരാണ്. സംഭവം അവരുണ്ടല്ലോ, നമുക്കൊരു ഫാമിലി കോംബോ ചെയ്യാം എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ അവർ തന്നെ ഡിസൈൻ ചെയ്തിട്ട് ഒരു എന്താ പറയുക, സാരീൻ്റെ മുന്താണി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ പോർഷനിൽ നമുക്ക് ഇങ്ങനെ പിക്ക് വെച്ചാലോ എന്ന് പറഞ്ഞിട്ട് അവർ അയച്ചു തന്നു കേട്ടോ. ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം. അപ്പം ഞാനതിലൊരു സജഷൻ പറഞ്ഞു, ഇതായിരുന്നു ആ സജഷൻ. അതിലുള്ള ലോട്ടസിൻ്റെ കളർ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഈ ലൈറ്റ് വയലറ്റ് പിടിക്കാമെന്ന്. അങ്ങനെ ചെയ്ത് നോക്കിയപ്പം 2 കൂട്ടർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെയാണ് ഈ ഡ്രസ്സിൻ്റെ ഉത്ഭവം ഉണ്ടായിരുന്നത്. ഇതിൽ കുറേ ലോട്ടസും പിന്നെ മയിലും ആനയും ഒക്കെ ചേർന്നിട്ടുള്ളൊരു അടിപൊളി, എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ, അത്രയും നല്ല രീതിക്ക് തന്നെ അവരത് വർക്ക് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി വൈശാഖേട്ടൻ ഷർട്ട് ഇട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഷർട്ടിൻ്റെ മുകളിൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും വീഡിയോസിലൊക്കെ, പിക്കൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. എൻ്റെ സാരീൻ്റെ മുന്താണിയിലുണ്ട്, അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. തുമ്പമ്മയുടെ ഡ്രസ്സാണെങ്കിലും അതുപോലെ അല്ലൂസിൻ്റെയും കാശിക്കുട്ടൻ്റെയും എല്ലാവരും നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് നമുക്കിത് കയ്യിലേക്ക് കിട്ടിയപ്പോൾ ഫസ്റ്റ് ഉണ്ടല്ലോ, സത്യസന്ധമായി പറയുകയാണെങ്കിൽ അയ്യോ ഇതെനിക്ക് ചേരുമോ ഡിമ്മാകുമോ, കാരണം ഞാൻ അമ്മയ്ക്കും അതായത് റീനമ്മയ്ക്കും ഉഷമ്മയ്ക്കും ടിഷ്യൂവിൻ്റെ സാരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ടിഷ്യൂ എന്നല്ല, ഒരു ഭയങ്കര ബ്രൈറ്റ് കളറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അവരുടെ ബ്ലൗസ് വന്നിട്ട് വയലറ്റ് ആയിരുന്നു. സോ ഫസ്റ്റ് ഞാൻ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ ഇതിൻ്റെ ഒരു ഭയങ്കര ഡിമ്മായി പോകുന്നു. അപ്പോഴേ റീനമ്മ പറഞ്ഞില്ല, അത് നീ ഉടുത്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് പറഞ്ഞ് ഒരു കോൺഫിഡൻസ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുത്തത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. 11:11:30 ആകുമ്പോഴാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത സാധനം കൊണ്ട് ആൾക്കാർ ഇവിടെ എത്തുന്നത്. വൈശാഖേട്ടനും അപ്പോൾ കൂടെ പോയിട്ടാണ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. സോ അത് കയ്യിൽ കിട്ടിയ ശേഷമാണ് എനിക്ക് സമാധാനമായത്. ആൻഡ് ഉടുത്ത് കഴിഞ്ഞ് മേക്കപ്പ് കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും അടിപൊളിയായിട്ടോ. ആൻഡ് ഇവരുടെ മേക്കപ്പ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക്
ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നമ്പർ ഇവിടെ കൊടുത്തേക്കാം, അവരുടെ പേജിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുത്തേക്കാം. നമ്മളെ കാശിക്കുട്ടനെ ഫസ്റ്റ് ബ്യൂട്ടീഷ്യൻ ചെയ്യുന്നത് ആര്യാണ് കേട്ടോ. സംഭവം എന്താ വെച്ചാൽ അച്ഛനോട് ഞാൻ വിളിച്ച് ചോദിച്ചായിരുന്നേ അവിടെ വന്നിട്ട് എഴുതിക്കണമെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു വേണ്ട, ഇവിടെ വന്നിട്ട് പിന്നെ അവൻ അലമ്പായോ നിന്ന് തന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാവില്ലേ, നീ എഴുതിച്ചിട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് കുറേ ആയില്ലേ ഞാനിങ്ങനെ എഴുതിയിട്ട്, അപ്പോൾ എനിക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ആര്യ നീ എഴുതുന്നത്. അങ്ങനെ അവൾക്ക് എന്തായാലും കിച്ചൂട്ടനെ എഴുതി നല്ല ശീലമുണ്ടല്ലോ. അങ്ങനെ അവളാണ് ഫസ്റ്റ് മേക്കപ്പ് ചെയ്യണത്. ആൻഡ് എൻ്റെ മേക്കപ്പ് എങ്ങനെയുണ്ട്, എനിക്ക് ഓവറോൾ ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര നേരിട്ട് കാണാനും ഭയങ്കര വൃത്തിയുള്ള മേക്കപ്പ് ആയിരുന്നേ. ആൻഡ് ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരും കാണിച്ചു തരാം കേട്ടോ. കാരണം ഒരുപാട് കോംപ്ലിമെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഡ്രസ്സിനെ കുറിച്ചിട്ട്. ഉണ്ണിയച്ഛൻ പുലർച്ചയ്ക്ക് എത്തിയതാണ്, വൈശാട്ടൻ പോയി കൂട്ടിക്കൊണ്ട് വന്നു. അങ്ങനെ ഉണ്ണിയച്ഛനൊക്കെ റെഡി ആയിട്ട് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇനി ഞങ്ങളൊന്ന് ചെക്കനെ റെഡിയാക്കിയിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പരിപാടി തുടങ്ങണം. അവിടുന്നാണ് വിളിയോട് വിളിയാണ് അച്ഛൻ. ആയില്ലേ മോളെ, വരാനായില്ലേ ചോദിക്കുന്നുണ്ട്. അച്ഛനും അമ്മയൊക്കെ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. അശ്വിനി നേരെ അങ്ങോട്ടേക്കാണ് എത്തിയത്. പിന്നെ അങ്ങ് വയനാട്ടിൽ നിന്ന് സുമിഷ വരെ നേരത്തെ എത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് എന്നെ വിളിച്ച് പറഞ്ഞു കേട്ടോ അച്ഛൻ. അപ്പോൾ അച്ഛനും അശ്വിനിയൊക്കെ വിളിക്കേണ്ടായിരുന്നു, വേഗം വന്നോളൂ ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവനെ ഇനി റെഡി ആക്കിയിട്ട് നമ്മൾ വേഗം അങ്ങോട്ടേക്ക് പോകണം. കുഞ്ഞിൻ്റെ വായിൽ എന്താണെന്നുള്ളത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാൻ കേട്ടോ. പെസിഫയർ ആണ് ആക്ച്വലി. ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തോ ഭയങ്കര മോശമുണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. അത് ഭയങ്കര, അതായത് കുട്ടിക്ക് അതില്ലാതെ നിൽക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാക്കരുത്. നമുക്ക് ചില സന്ദർഭങ്ങളിൽ ഓഫ് കോഴ്സ് പെസിഫയർ നല്ല യൂസ്ഫുൾ ആണ്. എസ്പെഷ്യലി ഞാൻ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് പറയുന്നത്. ആൻഡ് പെസിഫയർ യൂസ് ചെയ്തിട്ട് ഭയങ്കര സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ 6 months എബോവ് ആയിട്ട്, അതായത് 6 മാസം വരെയൊക്കെ ഇത് നോർമലാണ്. 6 മാസത്തിന് ശേഷം ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കുട്ടീൻ്റെ പല്ലിൻ്റെ അലൈൻമെൻറ്റ് അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനങ്ങനെ എപ്പോഴൊന്നും വെച്ച് കൊടുക്കാറില്ല. പക്ഷേ ഇത്തരം അത്യാസന്ന ഘട്ടങ്ങളിൽ നമുക്ക് അവനൊന്ന് ഓക്കെ ആയി നിൽക്കണം എന്ന് തോന്നുമ്പോൾ മാത്രമാണ് ഞാൻ പെസിഫയർ വെക്കാറ്. ബൈ നമ്മളുടെ ഫോട്ടോസ് എല്ലാം എടുത്തിരിക്കുന്നത് നമ്മുടെ സൂര്യപ്രസാദ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രദറാണ് കേട്ടോ. ആള് എൻ്റെയും ആര്യയുടെയൊക്കെ പണ്ടൊരു സാരി ഇട്ടുള്ള ഷൂട്ടൊക്കെ ചെയ്തില്ല, അതൊക്കെ ബ്രോയാണ്. നല്ല ഫോട്ടോസാണ് കേട്ടോ. ഞാൻ ആളുടെ കോൺടാക്ട് നമ്പറും കൊടുത്തേക്കാം. ഇവിടെ ആർക്കെങ്കിലും വർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോളൂ. നമ്മുടെ തുമ്പമ്മയാണെങ്കിൽ ഒരുങ്ങി ഇത് അവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി അനിയൻകുട്ടനെ റെഡിയാക്കണതൊക്കെ നോക്കി നിൽക്കാൻ കേട്ടോ. കാരണം ആദ്യമായിട്ടാണല്ലോ അവൾ കാണുന്നത് ഇവനെ ഒരുക്കുന്നതൊക്കെ. അപ്പോൾ എന്തപ്പോൾ ഇത്, ഞാനാണല്ലോ സാധാരണ അവിടെ ഒരുങ്ങാറ്, ഇതിപ്പോൾ എന്താ ചെക്കനെ ഒരുക്കണമെന്നൊക്കെയുള്ള മട്ടിലാണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. തുമ്പമ്മേൻ്റെ ഡ്രസ്സ് എങ്ങനെ അടിപൊളിയായി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിമ്പിൾ ആൻഡ് എലഗൻ എന്ന് പറയില്ല, അങ്ങനെയായിരുന്നു എല്ലാ ഡ്രസ്സസും കേട്ടോ. ആൻഡ് അവളുടെ ആ ഒരു ഒറ്റൊരു വർക്ക്, ഒരു സിമ്പിൾ വർക്കാണ് ആ ബ്ലൗസിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് നല്ല ഹൈലൈറ്റ് ആയിരുന്നു. ഇച്ചിരിയുടെ നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ അതിന് ചുറ്റും ഞാൻ ബീഡ്സും കൂടെ വെച്ച് പിടിപ്പിച്ചേനെ. പിന്നെ വേണ്ട, ഇതന്നെ ധാരാളമാണ് അല്ലേ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തുമ്പമ്മയും കുറച്ച് നേരം കട നോക്കി നിന്നു. ഈ ബ്യൂട്ടീഷ്യൻ കഴിഞ്ഞിട്ട് വേണമല്ലോ ഞമ്മക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ മൊത്തത്തിൽ കാശിക്കുട്ടൻ റെഡിയായി. ഇനി നമ്മളിതാ പോകാൻ നിൽക്കുകയാണ്. കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. കിണ്ടി എന്തൊക്കെയായിരുന്നു ഭഗവാനെ, കിണ്ടി മാത്രമേ ഓർമ്മയുള്ളൂ. കിണ്ടി, വിളക്ക്, കോളാമ്പി വേണ്ട. അയ്യോ കോളാമ്പി എന്തിനാ, കോളാമ്പി വേണ്ട കേട്ടോ. കിണ്ടി, വിളക്ക്, കുട്ടീനെ കാണിക്കുമ്പോഴല്ലോ കിണ്ടി പറയുന്നത്, സോറി ഗൈസ്. ഇനിയും പറയട്ടെ, കിണ്ടി, വിളക്ക്, താലം, പിന്നെന്താ പറ, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടല്ലോ, ദതുക്കൂട്ട് സാധനങ്ങൾ, പിന്നെ തിരി, പിന്നെ ലൈറ്ററാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. തീപ്പെട്ടിയൊന്നും കാണാമായിരുന്നു ഗൈസ്. അങ്ങനെ കണ്ട സാധനങ്ങളൊക്കെ വാരി കൂട്ടി ഇറക്കി ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങാണ് കേട്ടോ. പക്ഷേ എല്ലാം കൂടെ കോമഡി ആയിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് വിളക്കുമുണ്ട്, തിരിയുണ്ട്, തീപ്പെട്ടിയുണ്ട്, പക്ഷേ എണ്ണയില്ലായിരുന്നു. അങ്ങനെ എണ്ണയൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കേണ്ടിയൊക്കെ വന്നു. ഇതൊക്കെ മറന്നുപോയി, ഇപ്പോഴേ ഓർമ്മ ഉണ്ടായിരുന്നു എടുക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും പാടെ ഇറങ്ങിയിട്ടുണ്ട്. 2 വണ്ടിയിലായിട്ടാണ് പോണത്. അപ്പൂണ്ട് ഞങ്ങളുണ്ട് കേട്ടോ. അപ്പം നമ്മളത് കിച്ചൂട്ടനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇവർ ഈ ഡ്രസ്സ് ഇട്ട് വന്നപ്പോൾ ശരിക്കും ഞങ്ങൾ ഞെട്ടി ഗൈസ്. ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഞങ്ങൾ ഈ ഒരു ഓഫ് വൈറ്റ് തീമിൽ എല്ലാവരും വരും എന്നുള്ളത്. സെറ്റ് സാരി ആ ഒരു കളറിൽ, അപ്പം നമ്മളെ കേരള ട്രഡീഷണൽ കളറിൽ. അപ്പോൾ ഇവരും ഇത് ഈ കളറിൽ വന്നപ്പോൾ ഞങ്ങൾ ദൈവമേ ഇതിപ്പോൾ 2 കൂട്ടർ സെയിം കളർ തന്നെ ആയല്ലോ എന്നുള്ളത്. പക്ഷെ അതൊരു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റേജിലേക്ക്. പക്ഷെ പറഞ്ഞൊത്തല്ല കോയിൻസിഡൻസ് ആണ് ഗൈസ്. പിന്നെ അമ്മമ്മയ്ക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു സെറ്റ് മുണ്ട് മതി. അമ്മമ്മയ്ക്ക് അത് തീരെ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ അമ്മമ്മ സാരിയാണ്, ഇത് ഞാൻ വാങ്ങിച്ചു കൊടുത്ത സാരിയാണ് ഗൈസ്. അമ്മയ്ക്കും ഉഷമ്മയ്ക്കും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നേ. അതാ ഉണ്ണിയച്ഛനും പാച്ചച്ഛനൊക്കെ സെയിം കളറൊക്കെയാണ്. ഇവരെയൊക്കെ ഡ്രസ് കോഡിലാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ. അച്ഛൻ അമ്മ സെറ്റിനെ മാത്രമാണ് നമ്മൾ കൂട്ടിയിട്ടുണ്ടായിരുന്നത് ഡ്രസ് കോഡിലേക്ക്. ഇവിടെ ഒരുത്തന്നെ ആലോചിക്കുക എങ്ങോട്ടപ്പോൾ ഇവർ ഒരുക്കി കെട്ടിനെ കൊണ്ടുപോകുന്നത്. ഇവൻ ഇടയ്ക്ക് ഒരു കോങ്കണ്ണാക്കിയിട്ട് നിപ്പിട്ടു. അപ്പോൾ തുമ്പി പറയും ഇവൻ എന്താ പോങ്കണ്ണാണോ, പോങ്കണ്ണ് അങ്ങനെയായിട്ട് തുമ്പി ചോദിക്കുക. കുട്ടി ഇതാ കാര്യത്തിൽ ഇവിടെ എന്തോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിയച്ഛനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ കുളൂസാണ് കേട്ടോ. പിന്നെ അവിടെ അങ്ങോട്ട് ഒട്ടുകയാണ് ചെയ്യുക. ബൈ ദ വേ നമ്മൾ പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചെങ്കിൽ അജ്വ റെസ്റ്റോറൻറ്റിലേക്കാണ്. അതിൻ്റെ മുകളിലാണ് അജ്വ ഓഡിറ്റോറിയം ഉള്ളത്. ഒരു കുഞ്ഞു ഓഡിറ്റോറിയം കേട്ടോ. നമുക്ക് ചെറിയൊരു ഫംഗ്ഷനൊക്കെ നടത്താൻ പറ്റുന്നൊരു സെറ്റപ്പ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ബിക്കോസ് ഇപ്പം ഇവിടെ റെൻ്റൽ ഹൗസ് ആയതുകൊണ്ട് മാത്രമല്ല കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഒരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ നമ്മൾ പന്തൽ കെട്ടണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ഇതാണെന്ന് തോന്നിയിട്ടാണ് നമ്മൾ ഓഡിറ്റോറിയം ചൂസ് ചെയ്തത്. ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു പ്രോഗ്രാമിന് ഓഡിറ്റോറിയം
ഓഡിറ്റോറിയം ചൂസ് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് നമ്മൾ ബാക്കിയെല്ലാം വീട്ടിൽ നിന്നല്ലേ ചെയ്തത്. ഇതുവരെ ഓഡിറ്റോറിയം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ടൈം. പിന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കല്യാണരാമനിൽ മെൽക്കൗ എന്ന് എഴുതിയിട്ട് സലീം കുമാർ നിന്നപ്പോൾ ഇവിടെ അച്ഛനും, അതായത് അളിയനും കുളിയനും എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ അച്ഛനും ചെറിയച്ഛനും നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ തുമ്പി പറയണ അച്ഛനും ഉണ്ണിയച്ഛനും സെയിം കളർ സെയിം ടു സെയിം ആയി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ കുട്ടീനെ എടുത്ത് ചെന്നും പിന്നെ ഞാൻ സ്റ്റെപ്പ് കയറാണ്. അതായത് 3 നില മുകളിലാണ്. 1 2 3 മൂന്നാമത്തെ നിലയിലായിരുന്നു നമ്മളുടെ ഓഡിറ്റോറിയം ഉണ്ടായിരുന്നത്. ടാസ്ക് ആയിരുന്നു എന്ന് വെച്ചാൽ ടാസ്ക് ആയിരുന്നു. പക്ഷേ ഇതൊക്കെ രസമല്ലേ. അങ്ങനെ തുമ്പിക്കും ഞങ്ങൾ നടന്ന് കയറുന്നതാണിപ്പോൾ തുമ്പിക്ക് നടന്ന് തന്നെ കയറണം. അങ്ങനെ കുട്ടി നടന്ന് കയറുകയാണ്. നമ്മുടെ കിണ്ടിയും വിളക്കും ഒക്കെ പിടിച്ചിട്ട് അച്ഛനും വരുന്നുണ്ട്. മണിവല്യമ്മ കണ്ടപാട് ഇതെന്താടാ പൻ്റെ നെഞ്ഞത്ത് എന്നാട്ടോ വല്യമ്മ ചോദിച്ചത്. അപ്പോൾ മക്കളെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. സുമിഷൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാ നമ്മുടെ അസോനി ചെറിയമ്മയൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഞാൻ ചന്നം പിന്നെ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കല്യാണിയൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരൊക്കെ വയനാട്ടിൽ നിന്ന് ഇത്രയും നേരത്തെ എത്തി. ഇതുമ്പോൾ വേറെ വലിയ കാശിക്കുട്ടനാണ് കേട്ടോ. സുമിഷയുടെ മോൻ്റെ പേരും കാശി എന്നാണ്. അപ്പോൾ ഇവിടെ ഇതാ കല്യാണി ഹേസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ഹേസും അത് അവിടെ നിന്ന് കളിക്കുകയാണ് കേട്ടോ. കണ്ടോ. അപ്പോൾ ഞാൻ ചോദിക്കായിരുന്നു നിങ്ങൾക്ക് പട്ടുപാട് ഇടിച്ച് കൊടുത്തുകൂടായിരുന്നു എന്ന്. നല്ല അടിപൊളി ഉടുപ്പൊക്കെ ഇട്ടിട്ടായിരുന്നു വന്നിരുന്നത് പോലും. പക്ഷേ അലമ്പാക്കിയിട്ട് പിന്നെ അവൾ ഡ്രസ്സൊക്കെ മാറ്റിയെന്ന് പറഞ്ഞു. എന്നാലും നമ്മളെ കളറിനോട് ഇച്ചിരിയൊക്കെ ചേർച്ചുണ്ടല്ലേ അവളെ കളറ്. നോക്കിയാട്ടെ ആ ഒരു കളർ വന്നില്ലേ. പിന്നെ ആരൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കല്യാണിക്ക് ഗ്രീൻ കളർ വേണ്ടായിരുന്നു, ഓഫ് കളർ ഇടായിരുന്നു. സംഭവം ഇത് നമ്മൾ പറഞ്ഞ് സെറ്റാക്കിയതല്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ യാദൃശ്ചിക ഡ്രസ് കോഡ് കളർ കോഡ് പോലെ ആയതാണ്. അപ്പോൾ അതായിരുന്നു സംഭവം. പിന്നെ നമ്മൾ ചക്കരയൊക്കെ എത്തിന് ചക്കര മൂക്ക കുത്തി ഗായ്സ്. അപ്പോൾ പിന്നെ ഇതാ പൊടിമോള് അല്ലൂസ് പിന്നെ കുട്ടിപ്പട്ടാളങ്ങളുടെ ഓട്ടപ്പാച്ചിലായിരുന്നു അവിടെ. എൻ്റെ പൊന്നെ ഞങ്ങൾ ലാസ്റ്റ് ആകുമ്പോൾ ട്വിസ്റ്റ് ഉണ്ട്, നിങ്ങൾ കണ്ടോളൂ ഗൈസ്. അങ്ങനെ നമ്മുടെ എത്ര അങ്ങനെ അപ്പോ ദപ്പോ ഒക്കെ നിങ്ങൾ സഹിക്കേണ്ടി വരും. കാരണം ഞാനിങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് പറയുന്നതല്ല. അങ്ങനെ വീഡിയോ കാണുമ്പോൾ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്ന ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ അത് രസം തന്നെയാണല്ലോ. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ട്. പിന്നെ ഇതൊക്കെ വൈശാഖേട്ടൻ്റെ അളിയന്മാരാണ് കേട്ടോ. ചേച്ചീനെ കല്യാണം കഴിച്ച ആളാണ്. തുമ്പീനെ അങ്ങനെ ഒന്നും കിട്ടും. തുമ്പീൻ്റെ ഡ്രസ്സിൻ്റെ ബാക്ക് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇൻസ്റ്റയിലൊരു വീഡിയോ കണ്ടിട്ട് അതുപോലെ മോഡൽ പറഞ്ഞു കൊടുത്താൽ. പിന്നെ ഈ സമയത്ത് ഞാൻ പ്രത്യേകം സ്മരിക്കേണ്ട ഒരാളുണ്ട്, മറക്കാൻ പാടില്ല ഞാൻ എൻ്റെ രജിതേച്ചീനെ. കാരണം രജിതേച്ചിനോട് ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് കുറച്ച് സമയം ഒരു ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് കൊണ്ട് കൊടുക്കുന്നു, രാത്രി ആകുമ്പോഴത്തേക്ക് 2 ബ്ലൗസ് എനിക്ക് 2 ബ്ലൗസ് തുമ്പിക്ക് 2 ബ്ലൗസ് ഇത്രയും ചേച്ചി അടിച്ചു തന്നു കേട്ടോ. ചേച്ചി ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത് മക്കളെ. വേറെ ആരെങ്കിലാണ് എനിക്ക് വയ്യാന്ന് പറഞ്ഞേനെ കേട്ടോ. പക്ഷേ ചേച്ചി അത് ചെയ്തു തന്നുകൊണ്ട് മാത്രമാണ് ഈ പരിപാടി ഇങ്ങനെ ഞങ്ങൾക്ക് ഈ ഡ്രസ്സിൽ വന്ന് നിൽക്കാൻ പറ്റിയത്. അങ്ങനെ എല്ലാവരും വന്ന് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് പരിപാടിയിലേക്ക് കടക്കണമെങ്കിൽ ആദ്യം നമ്മളവിടെ സെറ്റാക്കണം. കാരണം ഇവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വൽ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സെബുത്തയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ബറാക്ക ഇവൻസ്. നമ്മളെ കല്യാണരാമനിൽ പറയില്ലേ ഒരു കുഞ്ഞിൻ്റെ ജനനം തൊട്ട് അത് ഇത് എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, ദതിക്കൂട്ടാണ് കേട്ടോ. ഞങ്ങളെല്ലാ കാര്യങ്ങളും ഇപ്പോൾ വളകാപ്പാണെങ്കിലും മോൻ്റെ ഇപ്പോൾ നൂലുകെട്ടാണെങ്കിലും തുമ്പീൻ്റെ അല്ലുവിൻ്റെയും ബർത്ത്ഡേ വീട്ടിലെ ആനിവേഴ്സറി തുടങ്ങിയിട്ട് എല്ലാ പരിപാടിക്കും ഇപ്പോൾ ഇത്തന്നെ തന്നെയാണ് വിളിക്കാറ്. നമുക്ക് ഒരു ടെൻഷനും, അതായത് ലാസ്റ്റ് ആകുമ്പോൾ എന്തായാലും സെറ്റ് ആയിരിക്കും എന്നൊരു ഉറച്ച വിശ്വാസം ഉണ്ടാവില്ലേ, അതാണ് സെബുത്ത. അങ്ങനെ ഇതെല്ലാം ഡെക്കറൊക്കെ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വക ഐറ്റംസുകൾ, അതായത് ഈ പറ നിറക്കി അങ്ങനത്തെ സംഭവങ്ങളില്ലേ, സാധനങ്ങളൊക്കെ നമ്മളെല്ലാവരും കൂടിയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാശിക്കുട്ടാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നേ. അപ്പോൾ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് ഞാനും. നമ്മളുടെ എല്ലാ വ്ളോഗ്സിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസിലൊക്കെ സ്ഥിരം കാണുന്ന മുഖങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അവിടെ ഉള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെ അപ്പു ആരും കൂടെ അവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട്. ഈ ബോർഡ് ചെയ്തതും അടിപൊളിയായിട്ട് അവർ നമുക്ക് ചെയ്തു തന്നത് ഒരു രക്ഷയില്ല. കാരണം നമ്മളുടെ ഡ്രസ്സിൻ്റെ തീം ഇതാണെന്ന് പറഞ്ഞപ്പം അതേപോലെ തന്നെ അവർ ആ ബോർഡും ചെയ്തു തന്നു കേട്ടോ. ഇതുപോലത്തെ നെയിം റിവീലിംഗ് ബോർഡും അതുപോലെ നെയിമിംഗ് സെറമണിയുടെ വെൽക്കം ബോർഡും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തേക്കാമേ. അങ്ങനെ സെബുത്തേൻ്റെ ഡെക്കറേഷൻ്റെ കൂടെ ഞങ്ങൾക്ക് അറിയാവുന്ന വിധത്തിലൊക്കെ ഞങ്ങളും കുറച്ചൊക്കെ അങ്ങ് ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ ഇവിടെ നെയിം ബോർഡ് സ്ഥാപിക്കാനുണ്ടായിരുന്നു കേട്ടോ. അതായത് നെയിം റിവീലിംഗ് ബോർഡ് അവിടെ തൂക്കാനുണ്ട്. പിന്നെ മറ്റേ സിനിമയിലൊക്കെ പറയില്ലേ, അതായത് കിണ്ടി കിഴക്കോട്ട് വെക്കുക വടക്കോട്ട് വെക്കുക ഇങ്ങോട്ടേക്കോ ദതുക്കൂട്ടായിരുന്നു ഞങ്ങൾ ആടെ ഇവിടെ കൊണ്ടുവെക്കുക. അപ്പോൾ അവിടെ മണിവല്യമ്മ പറഞ്ഞു ഇങ്ങേ അറ്റത്താണ് വിളക്ക് വെക്കേണ്ടത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വല്യമ്മ പറഞ്ഞു തന്നു. ബാക്കി ഞങ്ങൾക്ക് അറിയാവുന്ന വിധത്തിലൊക്കെ അങ്ങോട്ട് ചെയ്തു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ വിളക്ക് എത്തിക്കാനുള്ള എണ്ണ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോയി എണ്ണയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അങ്ങനെ വേഗം നമ്മളവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ കൈയിട്ട് വരും, ഇടയ്ക്ക് ചെറിയച്ഛൻ വരും, പിന്നെ ഇടയ്ക്ക് അച്ഛൻ വരും, പിന്നെ ഇടയ്ക്ക് അശ്വിനി വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഒരു തത്രപ്പാട്ടിൽ അങ്ങോട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാശി വലിയ അലമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കുട്ടി ഉറക്കത്തിലായിരുന്നു. അപ്പോഴത്തേക്ക് ഇതാ നമ്മളെ ടീംസ് എല്ലാവരും എത്തിയിട്ടുണ്ട്. കണ്ണൻ, അപ്പൂസ്, പിന്നെ പൊന്നു, ഉണ്ണി, ബിന്ദുവേച്ചി, സ്മിതേച്ചിൻ്റെ അടുത്ത് അമ്മമ്മ, പൊടിമോള് തുടങ്ങിയിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതാ അവിടെ നിന്നുള്ള എല്ലാവരും ആര് പേരെടുത്ത് വരില്ല, എല്ലാവരും ഇങ്ങൊക്കെ കുറേ പേരൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അങ്ങനെ വന്നവരോടൊക്കെ എല്ലാവരും വർത്താനം പറയുകയാണ്. പിന്നെ ഏതാ കിച്ചൂട്ടനെ ഓരെല്ലാവരും ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ കിച്ചൂട്ടനെ പോയി കണ്ടെല്ലാവരും. അങ്ങനെ അപ്പോൾ എന്താ പറയുക സന്തോഷം കേട്ടോ. കാരണം നമ്മൾ വിളിച്ചിട്ട് നമ്മൾ പ്രതീക്ഷിച്ച ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്.
പിന്നെ എന്താ പറയുക ചില വരാൻ പറ്റാത്ത സാഹചര്യങ്ങളുള്ളവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ സാഹചര്യവും നമ്മൾ മാനിക്കണമല്ലോ. ഇതുകൊണ്ട് അങ്ങനെ വരാൻ പറ്റാത്ത കുറച്ച് പേരും ഉണ്ടായിരുന്നു. എന്തായാലും നമ്മളെ ഫംഗ്ഷൻ അടിപൊളിയായിരുന്നു കേട്ടോ. നടന്ന് വർത്തമാനം പറയുക എന്നതൊരു വല്ലാത്ത ഹോബി ആയതുകൊണ്ട് തന്നെ നടന്ന് വർത്തമാനം പറച്ചിലായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. ആ കാണുന്ന ചുവന്ന കളറിൽ ചെമ്പരത്തിപ്പൂ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് റോസാപ്പൂവാണ് കേട്ടോ. ഇങ്ങനെ ഞങ്ങൾ അറിയാവുന്ന വിധത്തിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ തന്നെ എന്നെ പൊക്കി പറയല്ല, അല്ലെങ്കിൽ ഞങ്ങളെ പൊക്കി പറയല്ല. രസമല്ലേ നിങ്ങൾ പറ. അങ്ങനെ ഇതാ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ടാവാൻ തുടങ്ങുന്നതൊക്കെ ഇടയ്ക്കൊക്കെ വെള്ളി വീട് നിങ്ങളത് സഹിക്കണം. ഞാനും അപ്പൂസും കൂടെ ഇതാ നെയിം റിവീലും ബോർഡൊക്കെ കെട്ടി തൂക്കി. അതിൻ്റെ ഇടയ്ക്ക് മൂപ്പരുണ്ട് അതിൻ്റെ അടിയത്ത് എന്താ നോക്കാൻ വേണം. അപ്പോൾ അത് ഇപ്പോഴേ റിവീൽ ചെയ്യാൻ പാടില്ലടാ, അപ്പോൾ നോക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഞാൻ അട്ടിപ്പയച്ചു. പിന്നെ നമ്മൾ ഇരുന്നിട്ട് ഇതാ കാശിക്കുട്ടനെ നമ്മൾ നൂല് കെട്ടാൻ പോവുകയാണ് ഗൈസ്. അപ്പം എന്തൊക്കെയോ ചടങ്ങുകൾ എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെയാണ്, എനിക്കറിയില്ല. ക്ലിപ്പ് കിട്ടിയതിനനുസരിച്ചാണ് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഓർഡറൊക്കെ തെറ്റിയിട്ടായിരിക്കും കാണുക. അപ്പോൾ അതുകൊണ്ട് ആരും എന്നോട് ചോദിക്കരുത്, എനിക്ക് ഈ വക ഐറ്റംസ് ഒന്നും അറിയില്ല കേട്ടോ. കാശാണെങ്കിൽ ഉറക്കത്തിന് എണീറ്റുകൊണ്ട് നല്ല വിശപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പാല് വെച്ചപ്പോൾ വെച്ച് കീച്ചുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും അതാണ് ചിരിക്കുന്നത്. എന്താണെന്നറിയോ, ഇവൻ സാധാരണ കുട്ടികൾ കരയണം എന്തിനാ, പാല് കുടിക്കുമ്പോൾ കരയല്ല ചെയ്യുക. അവൻ എന്താ പറയുക, പാല് കിട്ടാത്തതുകൊണ്ട് കരയാണ് ചെയ്യുന്നത് കേട്ടോ. പാല് കൊടുക്കുമ്പോൾ മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തുമ്പി കണ്ടോ കെഡെന്നൊക്കെയാണ് ഈ പാലുടി കാണുന്നത്. എന്താ ചെയ്യാം. നമ്മൾ അവിടേക്കൊക്കെ എന്ന് വെച്ചാൽ പാലുടി എന്ന് പറഞ്ഞാൽ ചിലർക്ക് 3-ാം മാസത്തിലാണ്. വൈശാഖിൻ്റെ ഇതിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്നൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇൻ്റർകാസ്റ്റ് ആണല്ലോ, ഇതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ 28 നടത്താറ്. ഇപ്രാവശ്യം അല്ലു എന്നാണ് പറയുന്നത്. കാശി NSUവിലൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് സിസേറിയനൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ 28 നടത്താതെ 56 നടത്തിയത്. തുമ്പിനി 56 നമ്മൾ വീട്ടിലേക്ക് പോയി. കട്ടേനെ കല്യാണമൊക്കെ ഉണ്ടായതുകൊണ്ട് 56 വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അല്ലൂട്ടനെയാണ് നമ്മൾ കുറച്ച് ലോങ് ആയിട്ട് നമ്മൾ ചെറുപ്പയിൽ നിന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ആ സമയം കൊറോണ ടൈമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിൽ തന്നെ ആയിരുന്നു. 3-ാം മാസമൊക്കെ ആയ സമയത്ത് ജസ്റ്റ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു ദിവസം അവിടെ നിന്നു, പിറ്റേ ദിവസം തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. പിന്നെ ഒരു 6 മാസമൊക്കെ ആവാൻ നേരത്താണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. നമ്മുടെ കാശിക്കുട്ടൻ്റെ ഡ്രസ്സും അടിപൊളിയായിരുന്നു കേട്ടോ. മുണ്ട് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചതായിരുന്നു. അവൻ്റെ പിന്നെ ടോപ്പ് എന്നൊക്കെ പറഞ്ഞു ഷർട്ടോ എന്താ സാധനത്തിന് പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുഞ്ഞൊരു ആനേൻ്റെ വർക്കൊക്കെ കൊടുത്തിട്ട് നല്ല രസത്തിൽ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ലൂട്ടൻ്റെ ആണെങ്കിലും ഷർട്ടിൻ്റെ ഒരു സൈഡിൽ ഫുള്ള് വർക്ക് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വൈശാട്ടിൻ്റെ ഷർട്ട് കണ്ടിട്ടില്ലേ, എന്താ പറയുക, ഒരു ഭയങ്കര സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്കിലാണ് അവർ നമുക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. അവരുടെ പേജ് ട്രയോ ട്രെൻഡ്സ് എന്നാണ്. ഞാൻ പേജിൻ്റെ പിക്ക് ഇവിടെ കൊടുത്തേക്കാം. പുതുതായി തുടങ്ങിയിട്ടുള്ള ബിസിനസ്സാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുക. അവർ ചെയ്തിട്ടുള്ള വർക്ക്സ് എല്ലാം അടിപൊളിയാണ്. ഇറ്റ്സ് മീ കാശി, അതുപോലെ ബിഗ് ബ്രദർ ഓഫ് കാശി, ബിഗ് സിസ്റ്റർ ഓഫ് കാശി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടീഷർട്ടൊക്കെ ഇട്ടൊരു ഫോട്ടോഷൂട്ട് ചെയ്തില്ലായിരുന്നോ, അതിലെ ഡ്രസ്സും ഇവർ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ നമുക്ക് എന്താ പറയുക, ഇതുവരെ കിട്ടിയിട്ടുള്ള ഒന്നും മോശമായിട്ടുള്ള എല്ലാം ക്വാളിറ്റി വൈസ് ആണെങ്കിലും അവർ ചെയ്ത വർക്ക് ആണെങ്കിലും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. സോ താങ്ക് യു ട്രയോ ട്രെൻഡ്സ്. പ്രിയങ്ക എസ്പെഷ്യലി, കാരണം നമുക്ക് ആ സാധനം കയ്യിൽ കിട്ടണ വരെ ടെൻഷൻ അടിച്ചെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക സമാധാനിപ്പിച്ച് നമ്മൾ ആ സാധനം കയ്യിൽ എത്തണ വരെ ഒരുമിച്ച് പോരാടിയാണ് സാധനം കയ്യിൽ കിട്ടിയത് കേട്ടോ. അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. അങ്ങനെ അതാ ഇവിടെ കാര്യമായിട്ട് നമ്മുടെ നൂലുകെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഉഷമ്മ നൂല് കെട്ടി, നമ്മൾ പാല് കൊടുത്തു. നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ല രീതിക്ക് തന്നെയാണ് പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിൽ തന്നെ എല്ലാവരോടും ഒരുപാട് താങ്ക്സ്, വന്നവരോടും പിന്നെ നമ്മളുടെ ഈ വർക്ക്സ് എല്ലാം ചെയ്തവരോടും തുടങ്ങിയിട്ട് എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. എസ്പെഷ്യലി നമ്മുടെ കാശിക്കുട്ടനോട് കരഞ്ഞ് വല്ലാണ്ട് അലമ്പാക്കാതിരുന്നതിന്. ഓന് പാല് കിട്ടാത്തതിൻ്റെ സങ്കടം മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ എൻ്റെ വക കാശിക്കുട്ടന് കാലിലേക്ക് ഒരു ഒരു സ്പെഷ്യൽ ടൈപ്പാണ് കേട്ടോ ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. ലാസ്റ്റിൽ വീഡിയോ ഉണ്ടെങ്കിൽ കണ്ടോളൂ കേട്ടോ. ഞങ്ങൾ പറഞ്ഞുണ്ടാക്കിപ്പിച്ചതാണ്. അതുപോലെ വൈശാഖനാണ് അവിടേക്കൊക്കെ അങ്ങനെയാണ്, അച്ഛന്മാരാണ് അരയിൽ കിട്ടുക. എല്ലായിടത്തും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം കുറേ ഡൗട്ട്സൊക്കെ കമൻറ്റ് ബോക്സിൽ ഞാൻ കാണാറുണ്ട്. അതുകൊണ്ട് പറഞ്ഞാണ് അച്ഛനാണ് അരയിൽ കിട്ടുക, അരഞ്ഞാണം കിട്ടുക. പിന്നെ ഞാൻ അവൻ്റെ കാലിലേക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. തുമ്പമ്മയുടെ വക ഒരു വളയും അല്ലൂട്ടിൻ്റെ വക ഒരു വളയും ഉണ്ടായിരുന്നു കേട്ടോ. അത് അവരുടെ തന്നെ വള കൊടുത്ത് വാങ്ങിച്ചതാണ്. അതുകൊണ്ട് അവരെ കൊണ്ട് തന്നെ നമ്മൾ ഇടിയിച്ചിട്ടും ഉണ്ടായിരുന്നേ. അപ്പോൾ എന്താ പറയുക, ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നീട് എപ്പോഴെങ്കിലും അല്ലും തുമ്പിയെ വീഡിയോ എടുത്ത് നോക്കുമ്പം നമ്മൾ അനിയന് ഇതൊക്കെ കൊടുത്തല്ലോ എന്നൊരു പ്രൗഡ് മൊമെൻറ്റ് അവർക്കും വേണ്ടേ അല്ലേ. അപ്പോൾ അവരുടെ തന്നെ സാധനങ്ങൾ എടുത്തിട്ടാണ് അവനത് ഉണ്ടാക്കിയിട്ട് അവരെ കൊണ്ട് തന്നെ ഇടിയിപ്പിച്ചതാണ്. ആൻഡ് ഇതൊക്കെ നമുക്കൊരു നല്ല നല്ല മെമ്മറീസാണ് എപ്പോഴും. പിന്നെ ഇതാ ഉണ്ണിയച്ഛൻ വാവയ്ക്ക് പാല് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൊടുക്കണ കുട്ടി കാര്യമായിട്ട് വാങ്ങി കുടിക്കണമുണ്ട് കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ സ്പൂണിലാണല്ലേ കൊടുക്കുക. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പ്ലാവില ഇങ്ങനെ കുത്തിയിട്ടാണ് കൊടുക്കുക എന്ന് അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്ലാവില കൊണ്ടാണ് കൊടുക്കുന്നത്. പച്ച പ്ലാവില തന്നെ വേണമെന്നാണ് പറയുന്നത്. ഇതൊക്കെ അച്ഛൻ വീട്ടിൽ നിന്ന് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പച്ചപ്ലാവിലയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അച്ഛനാണ് കൊണ്ടുവന്നത്. തുളസി, അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ. പിന്നെ ഇതാ നമ്മുടെ അല്ലൂട്ടൻ, എല്ലാവരുടെയും വലിയേട്ടനായിട്ടുണ്ട് അല്ലൂട്ടൻ എന്തായാലും. അപ്പോൾ അല്ലൂസ് പാല് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കയ്യിൽ വളയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കാശിക്കുട്ടൻ്റെ കൈയൊക്കെ കുഞ്ഞു കൈ ആയതുകൊണ്ട് വളയൊക്കെ തണ്ട പോലെ ദങ്ങോട്ടൊരു പോക്കായിരുന്നു. അത് അല്ലൂസിൻ്റെതും അങ്ങനെ തന്നെ ആയിരുന്നു. തുമ്പി നല്ല ഉണ്ട കുട്ടിയായിരുന്നു ചെറുപ്പത്തിൽ. ഇപ്പോഴാണ് അവളിങ്ങനെ മെലിഞ്ഞു പോയത് കേട്ടോ. അപ്പം
എന്താ പറയുക, ആള് ഭയങ്കര ഉണ്ടച്ചി ആയതുകൊണ്ട് തന്നെ വാങ്ങിച്ചു കൊടുത്ത വളകളെല്ലാം നല്ല ടൈറ്റായിട്ട് കുട്ടീൻ്റെ കയ്യിലിരിക്കുന്നുണ്ടായിരുന്നു. അല്ലൂസും കാശിയൊക്കെ എന്താ വെച്ചാൽ നല്ല എന്താ പറയുക, എലുമ്പന്മാരാണ്, നീളമുണ്ട് നല്ലോണം. അപ്പോൾ അങ്ങനെയാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും വളയൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് തണ്ട പോലെ മുകളിലേക്ക് കയറി കിടക്കുന്നത്, തളാന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് കൂട്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമുക്ക് നിലവിൽ ബ്രേസ്ലെറ്റ് ഒക്കെ ഇട്ട് കൊടുക്കാനേ പറ്റുള്ളൂ രണ്ടുപേർക്ക്. അല്ലു അങ്ങനെ തന്നെ, അല്ലു കാർബൺ കോപ്പിയായിരുന്നു. അതായത് കാശി പൊരിഞ്ഞ് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെയായിരുന്നു അല്ലുട്ടനും. അങ്ങനെ തുമ്പി പിന്നെ ഇതാ കാര്യമായിട്ട് കുട്ടിക്കെല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം, ആരും സഹായിക്കുന്നു വേണ്ട, ഒറ്റയ്ക്ക് ചെയ്തോളൂ എന്നുള്ള മട്ടിലാണ്. അമ്മമ്മ കൈയെടുത്തോ എന്നൊക്കെയാണ് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. കുറേ അങ്ങ് കോരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്മേ ഇത്രയൊന്നും കൊടുക്കണ്ട, കുറച്ച് കൊടുത്താൽ മതി, ചേച്ചി കുറച്ച് സ്നേഹസമ്പന്നയാണ്, അതുകൊണ്ട് നല്ലോണം അങ്ങോട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. കാശിയാണെങ്കിൽ കാര്യമായിട്ട് വാങ്ങി കുടിക്കുന്നുണ്ടായിരുന്നു. അതാണ് നമ്മൾ അങ്ങനെ അവിടെ ഇരുന്ന് ചിരിക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ കാശിക്ക് നല്ലോണം വിശക്കുണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു അയ്യോ മോന് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പാലെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആൾക്ക് ഉറങ്ങി എണീറ്റുണ്ടെങ്കിൽ പാൽ കുടിക്കണം, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. പിന്നെ ഇതാ അമ്മച്ചന് വരാൻ പറ്റിയില്ല, കാരണം ഇത് 3-ാം നിലയിൽ അവിടെ ലിഫ്റ്റില്ല. അപ്പോൾ അമ്മച്ചനും എടുത്തിട്ട് മുകളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അമ്മച്ചൻ പോകുന്നുണ്ടായിരുന്നില്ല. പിന്നെ അമ്മച്ചനാണെങ്കിലും വയ്യായിരുന്നു. അപ്പോൾ അമ്മച്ചൻ പറഞ്ഞു ഇല്ല, നിങ്ങളിവിടെ വന്നിട്ട് വീഡിയോ ഒക്കെ കാണിച്ചു തന്നാൽ മതി, നിങ്ങൾ പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മച്ചനവിടെ ആക്കിയിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അമ്മമ്മയ്ക്ക് എന്താ ചെയ്യേണ്ടത്, ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ക്യാമറ ചേട്ടൻ പറഞ്ഞു ഒന്ന് ഇടുന്ന പോലെ കാണിക്കുന്നു, അമ്മമ്മയല്ലേ ആളുമ്പോൾ അമ്മമ്മയല്ലേ, അതങ്ങോട്ട് ഉഷാറാക്കി അങ്ങനെ ഇടുന്ന പോലെ അഭിനയിച്ച് ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് കമൻറ്റ്സ് കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അമ്മമ്മ ഭാഗ്യമാണ്, കാരണം അമ്മമ്മേനെ പോലത്തെ അമ്മമാരെ കിട്ടാൻ ഭാഗ്യം ചെയ്യണമെന്നും. ഓഫ് കോഴ്സ് ആണ് കേട്ടോ. ഞാൻ എൻ്റെ 3 കുട്ടികളെ പ്രസവിച്ച് കിടക്കുമ്പോഴും എൻ്റെ എല്ലാ കാര്യങ്ങളും A to Z നോക്കാൻ എപ്പോഴും അമ്മമ്മ കൂടെ നിന്നിട്ടുണ്ട്. അത് അമ്മയ്ക്ക് ഏറ്റവും വലിയൊരു ഹെൽപ്പ് തന്നെയായിരുന്നു. ആൻഡ് ഈ ഒരു കാര്യം മാത്രമല്ല, ചെറുപ്പം തൊട്ടിട്ടേ എന്നല്ല ഞങ്ങൾ എല്ലാ പേരക്കുട്ടികളും എല്ലാ കാര്യങ്ങൾക്കും അമ്മമ്മയും അമ്മച്ചനും മുന്നിട്ട് തന്നെ എപ്പോഴും നിൽക്കാറുണ്ട് കേട്ടോ. അപ്പം അത് മാത്രമല്ല, എല്ലാവരും പറയുന്നൊരു കാര്യം, അമ്മച്ചൻ ഇത്രയും വയ്യാണ്ടായിട്ട് ഇത്രയും വർഷം, അതായത് ഞാൻ ജനിക്കുന്നതിന് മുമ്പേ അമ്മച്ചന് ഒരു സൈഡ് തളർന്നിട്ടുണ്ട്. അത്രയും വർഷമായിട്ട് അമ്മച്ചനെ നോക്കിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര ചെറിയ കാര്യമല്ലല്ലോ. അങ്ങനെ നമ്മുടെ അപ്പുമാമ വന്നിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി അല്ലൂൻ്റെയും തുമ്പീൻ്റെയും ഒക്കെ പേരിടലും പാലൊടുക്കലും ഒക്കെ അപ്പൂൻ്റെ മടിയിൽ വെച്ചിട്ടായിരുന്നു. ഏട്ടൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഏട്ടൻ ഇങ്ങനത്തെ ഒരു പരിപാടിക്കും എനിക്ക് മര്യാദയ്ക്ക് കിട്ടിയിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ. ചോറൂണിനാണ് മര്യാദയ്ക്ക് ഏട്ടനെ കിട്ടുന്നത്, തുമ്പീൻ്റെ ചോറൂണിന്, അല്ലൂൻ്റെ ചോറൂണും ഉണ്ടായിരുന്നു കേട്ടോ. അല്ലാതെ പാലൊടുക്കി, അതായത് 28 കെട്ടൽ 90 വീട്ടിൽ കൊണ്ടുപോകൽ, ഇങ്ങനത്തെ യാതൊരു പരിപാടിക്കും എൻ്റെ ഏട്ടൻ ഉണ്ടായിരുന്നില്ല. ആ സമയത്തൊക്കെ അപ്പൂനെ മടിയിട്ടിട്ട് തന്നെയാണ് ഇവർക്ക് രണ്ടുപേർക്കും പേരിടലും പാലൊടുക്കലും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ അപ്പുമാമൻ്റെ വക പാൽ കൊടുക്കുന്നുണ്ട്. എന്തോ അപ്പോൾ പറയുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. തുമ്പമ്മ അവിടെ കാര്യമായിട്ടുള്ള കളിയിലാണ് കേട്ടോ. ഈശ്വര തുണി വെക്കൊക്കെ കാണിക്കുന്നു. തുമ്പീനെയും അല്ലൂനെയും അവിടെ പിടിച്ച് നിർത്തുക എന്നത് വലിയൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഞാൻ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, കാരണം ഇവർക്ക് ഓടി കളിക്കണം, പോകണം. പക്ഷേ നമുക്ക് ഈ ഒരു ഫ്രെയിം കംപ്ലീറ്റ് ആവണേ ഓഫ് കോഴ്സ് റേഷൻ കാർഡിലുള്ള എല്ലാവരും വേണമല്ലോ. അതുകൊണ്ട് ഞാൻ അല്ലൂനെയും തുമ്പി പിന്നെ അവിടെ ഇരിക്കും, അല്ലൂനാണ് അവിടെ നിന്ന് കണ്ടോ കണ്ടോ അവിടെ നിന്ന് കൊഞ്ഞനും കുത്തൊക്കെ ചെയ്യുന്ന. ഇതൊക്കെ ഞാൻ ഇപ്പോഴാട്ടോ കാണുന്നത്. അവിടെ ഓൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കളിക്കുന്നുണ്ടേ. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലായിരുന്നു കുട്ടി. അങ്ങനെ ഇതാ നമ്മുടെ ആര്യമാമി പാല് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വന്നിട്ട് ആര്യൻ്റെ ഡ്രസ്സിന് കുറേ കോംപ്ലിമെൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അവൾ ഫ്ലിപ്പോ അങ്ങാനും വാങ്ങിച്ചാന്ന് തോന്നുന്നു. അപ്പം നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഓവറോൾ ആ ഒരു ലുക്ക്. ഇവരും ഈ ഒരു കളറായപ്പം ശരിക്കും എല്ലാവരും വൈറ്റ് ബാക്ക്ഗ്രൗണ്ടും കൂടെ ആയപ്പോൾ നല്ലൊരു പ്രത്യേക ഒരു കളറായിരുന്നു കേട്ടോ ആ ഒരു ഫ്രെയിം കാണുമ്പോൾ. തുമ്പിയുടെ ഭാഷയെ പറഞ്ഞാൽ നമ്മുടെ കാസിക്കുട്ടൻ അവിടെ ഇരുന്ന് പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ ചെക്കൻ മയങ്ങി പോകുമെന്തോ. ഞാൻ എപ്പോഴും പറയല് കഞ്ചാവ് സോമൻ എന്നാണ് കേട്ടോ. പാല് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അവൻ്റെ ബോധം അങ്ങോട്ട് പോവുക ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ കളിയൊക്കെയാണ്. പിന്നെ ഓരോരുത്തരെ ഞാൻ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം കുട്ടി സൈഡായി പോവുമല്ലോ. അതുകൊണ്ട് അങ്ങനെ കരഞ്ഞ് അലമ്പുന്നുണ്ട് ഇടയ്ക്ക്. അപ്പോൾ കല്യാണി വന്നിട്ടുണ്ട്. ഹെയ്സുവിനെ അങ്ങോട്ട് കൂട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഹെയ്സു അങ്ങോട്ട് വരാൻ കൂട്ടാക്കണ്ടല്ലോ. പിന്നെ ഉഷമ്മ എടുത്തുകൊണ്ട് വരികയാണ് ചെയ്തത് കേട്ടോ. കല്യാണി എവിടെ പോയെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണി അവളുടെ വീട്ടിലാണ് ഉണ്ടാവാറ്. ഞാൻ പറ്റാവുന്നവർക്കൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ അവളവിടെ കോഴ്സ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് അവിടെയാണ് നിൽക്കാറ്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ വീട്ടിൽ. ഇനിയിപ്പോൾ ഇത് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് പോകുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഓരോരുത്തരെ ഇവരുണ്ടായിരുന്നു. പക്ഷേ എനിക്കുണ്ടല്ലോ കുറച്ചേരൊക്കെ ഇരുന്നപ്പോൾ നല്ല നടുവേദനയൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അശ്വിനി വന്നിട്ടുണ്ട്, അസോനി ചെറിയമ്മ. അശ്വിനിൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അത് ഏതാ ഡ്രസ്സെന്ന്? അശ്വിനീൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ ഓർമ്മയില്ലായിരുന്നു, അവളായിട്ട് ഇങ്ങോട്ട് വന്ന് ഓർമ്മിച്ച ചേച്ചിക്ക് ഓർമ്മയില്ലേ ഈ ഡ്രസ്സ് എന്ന്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇവളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലു ആണെങ്കിൽ തുമ്പിയാണെങ്കിലൊക്കെ അസോനി എന്നാണ് വിളിക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ അസോനി ചെറിയമ്മ എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മളെ കാശിക്കുട്ടൻ അങ്ങനെ തന്നെ ആയിരിക്കും വിളിക്കുക. ചെറിയമ്മ എന്നൊക്കെ വല്ലപ്പോഴേ വിളിയുള്ളൂ, ബാക്കിയൊക്കെ അസോനിയാണ്. ഇത് വൈശാഖേട്ടൻ്റെ ചെറിയമ്മ, അതായത് നമ്മുടെ ഈശ്വരി ചെറിയമ്മ. വല്യമ്മയ്ക്ക് വരാൻ പറ്റിയില്ല, വല്യച്ഛൻ മരിച്ചിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ, നമ്മൾ ഓഡിറ്റോറിയത്തിൽ നിന്നാക്കി നന്നായി. കാരണം ഏകദേശം പറഞ്ഞ സമയത്തിനോടനുബന്ധിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വീട്ടിൽ നിന്നാണെങ്കിൽ നമ്മൾ അവിടെ ഇവിടെയും തട്ടി മറ്റേ വെള്ളത്തിൽ ബ്ലേഡ് വീണ പോലെ എന്നല്ല, അവിടെ ഇവിടെ അലിഞ്ഞ് സമയത്ത് പരിപാടി നടക്കില്ല.
വലുതാപ്പൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. കാരണം പറഞ്ഞ ടൈമിൽ അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ആയതുകൊണ്ട് നൂലുകെട്ട് നമുക്ക് ഏകദേശം പറഞ്ഞ ടൈമിലൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും അവിടുന്ന് ആരോടൊക്കെ കയ്യും കണ്ണും കാണിക്കുന്നു. ഇപ്പോൾ ഒന്ന് പാല് കൊടുക്കൂ, മോന് കൊടുക്കൂ, പാല് കൊടുക്കൂ, വരൂ എന്നൊക്കെയാണ് അപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കുട്ടിപ്പട്ടാളംസ് ഒക്കെ ഓരോരുത്തരായി വന്ന് ഗിഫ്റ്റ് തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ചേച്ചിമാരെ മക്കളാണ് കേട്ടോ. ആമി, ലച്ചു, മുട്ടു, അനുവിന് ഇന്ന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചക്കര, അങ്ങനെ കുറേ എന്താ പറയുക, എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് മക്കൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോസ് ചെയ്യാണ്. ഇയാൾ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോളെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവളും, അതായത് അബി, എനിക്ക് മെഹന്തി കെട്ടരാറുണ്ടല്ലോ, എനിക്ക് മെഹന്തി ഇടുന്ന സ്ത്രീ ലവളും ലവളുടെ മകനും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ കാശീൻ്റെ കരച്ചിലൊക്കെ മാറ്റാൻ വേണ്ടി ഇതാ ഇങ്ങനെ എടുക്കുന്നവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കരച്ചിലൊക്കെ ഒന്ന് ഒതുക്കി അവൻ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ നിന്നോളും. ഇങ്ങനെ എന്താ പറയുക, ഒരു അപ്രൈറ്റ് പൊസിഷനിൽ പിടിക്കുന്നത്. അതുകൊണ്ട് പാലെടുത്തൊക്കെ ഇങ്ങനെ കിടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരമൊക്കെ അങ്ങനെ ഞാൻ പിടിച്ചോണ്ട് നടക്കൂട്ടാ. പിന്നെ ഇതായി വരുന്ന എൻ്റെ പാപ്പൻ്റെ മക്കളാണ് കേട്ടോ. ആക്ച്വലി ഇവരെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. എൻ്റെ അച്ഛൻ്റെ ഫാമിലിയിൽ നിന്ന് വളരെ കുറച്ച് ആൾക്കാരാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാപ്പനും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടേട്ടൻ, കുഞ്ചു ചേച്ചി അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ ഹേഷും അതാ വന്നിട്ടുണ്ട്. അപ്പോൾ അതാ അച്ഛമ്മ ഓളെ കൊണ്ട് പാല് കൊടുപ്പിക്കുകയാണ്. നമ്മളെ കാശിക്കുട്ടൻ്റെ കുഞ്ഞു ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ആൾ കാര്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ആൾക്ക് എന്താ പറയുക, ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ട് ഇവനെ കണ്ടിട്ട്. ഓനേക്കാളും ചെറിയൊരുത്തനാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ കുട്ടീൻ്റെ മുഖത്തുണ്ട്. പിന്നെ അവളാണെങ്കിൽ അധികം ഇവൻ്റെ കൂടെ അങ്ങോട്ട് മിങ്കിളായിട്ടില്ലല്ലോ. കാരണം ഇവനായി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇവിടെയാണ്. പിന്നെ ഇവളാണെങ്കിലും കല്യാണിൻ്റെ വീട്ടിലാണ്. അതുകൊണ്ട് അധികം മിങ്കിളായിട്ടില്ല. എന്നാലും കാണുമ്പോൾ ഒക്കെ ഭയങ്കര ഒരു ഇഷ്ടമൊക്കെയാണ് കേട്ടോ കുട്ടിക്ക്. ആക്ച്വലി എൻ്റെ സാരി ഇങ്ങനെയല്ലായിരുന്നു ഇടേണ്ടിയിരുന്നത്. കാരണം അതിൻ്റെ മുന്താണിയിൽ നല്ലൊരു അടിപൊളി സംഭവം നിൽക്കുന്നുണ്ട്. നേരത്തെ ഞാൻ കാണിച്ചത് ആ പ്രിൻറ്റ്. പക്ഷേ അത് നിങ്ങളെ കാണിക്കണമെങ്കിൽ ഞാൻ സാരി എന്ത് ചെയ്യണം, പ്ലീറ്റ് ഇല്ലാതെ ഇടണം. പക്ഷേ പ്ലീറ്റ് ഇല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പ്ലീറ്റ്സ് ഇടുമ്പോഴാണ് ഇവരെയൊക്കെ മാനേജ് ചെയ്യാൻ കുറച്ച് ഈസി ആവുക. അതുകൊണ്ട് തന്നെ ഞാൻ പ്ലീറ്റ്സ് ഇട്ടത്. പക്ഷേ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പ്ലീറ്റ്സ് ഒക്കെ ഒഴിവാക്കി ഞാൻ ആ ഒരു മുന്താണി പോർഷൻ കാണിക്കുന്നുണ്ട്. ലാസ്റ്റിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ വല്യമ്മയാണ് വരുന്നത്. ഇത് വൈശാട്ടിൻ്റെ വലിയ മാമൻ്റെ വൈഫാണ് കേട്ടോ. നമ്മളെ കരുണിൻ്റെ ഒക്കെ അമ്മ. ആൾ ടീച്ചറാണ്. എനിക്ക് തോന്നുന്നു അമ്മായിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആരൊക്കെയോ, അല്ലെ ഓരോ വീടിൻ്റെ ഭാഗത്തുള്ള ആരൊക്കെ നമ്മളെ വ്ളോഗ് കാണലുണ്ട്. ഇന്ന് വീഡിയോ എടുത്ത് ഇടല്ലേ എൻ്റെ ദൃശ്യം എന്നൊക്കെയാണ് അമ്മായി പറയൽ കേട്ടോ. അങ്ങനെ നമ്മളെ കാശിക്കുട്ടന് വല്യമ്മായിൻ്റെ വകയും ഇച്ചിരി പാല് കിട്ടിയിട്ടുണ്ട്. ഓൻ സന്തോഷമല്ല, എല്ലാവരും തന്നോളൂ എന്നുള്ള മട്ടിലാണ് മൂപ്പരുന്നത്. പക്ഷേ എനിക്ക് പേടിയുണ്ടായിരുന്നു രാത്രി, അതായത് പാലുകൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി കുട്ടികൾ ഉറങ്ങില്ല, കരഞ്ഞ് അലമ്പാക്കും എന്നൊക്കെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ അല്ലും തുമ്പിയും അങ്ങനെ വലിയ അലമ്പുകളൊന്നും ആയിരുന്നില്ല ആ സമയത്ത്. അലമ്പ് കളിച്ചിട്ടില്ല, രാത്രി ഒന്നും അങ്ങനെ പണി തന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പോൾ തുമ്പീൻ്റെ ഡ്രസ്സിൻ്റെ ബാഗ് കണ്ടോ, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ വീണ്ടും പറയണത്, ഞാൻ ആ വീഡിയോയിൽ കാണിച്ചു കൊടുത്ത പോലെ തന്നെ രജിതേശി എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അതെപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. ബ്ലൗസ് ആണെങ്കിലും എന്താണെങ്കിലും നല്ലോണം, അതായത് ചേച്ചി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തു തരും എനിക്ക് എപ്പോഴും. എൻ്റെ ഒട്ടുമിക്ക ഡ്രസ്സും സ്റ്റിച്ച് ചെയ്തിട്ടുള്ള രജിതേശിയാണ്. പക്ഷേ രജിതേശി ഇൻസ്റ്റാ പേജും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാത്തതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾക്ക് ആർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ നാട്ടിലാണ്, എൻ്റെ വീടിനടുത്ത് ചെറുപ്പേനടുത്താണ് കേട്ടോ. എൻ്റെ വീടിനടുത്താണ് രജിതേച്ചിൻ്റെ വീട്. എന്തായാലും നമ്മുടെ നൂലുകെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷേ വലിയ കോമഡി ഉണ്ടായത് എന്താ അറിയോ, നമ്മൾ ചെവിയിൽ പേര് വിളിക്കുന്ന കാര്യം മറന്നുപോയി. അല്ലെങ്കിലും ബുദ്ധി കുറച്ച് കൂടുതലാണേ ഇതുകൊണ്ട്. തലേന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈശാഖേട്ടൻ എനിക്ക് അറിയില്ല കേട്ടോ ദൃശ്യം, ആദ്യമായിട്ടാണ് ഞാൻ ഇരിക്കാൻ പോണത്, എനിക്ക് ഇതിനെപ്പറ്റി യാതൊരു ബുദ്ധി വിവരമില്ല, നീ പറഞ്ഞു തരണമെന്നൊക്കെ വൈശാഖേട്ടൻ അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇനിയുള്ള ടാസ്ക് എന്ന് വെച്ചാൽ അവിടെ നിന്ന് എണീക്കുക എന്നുള്ളതാണ്. അങ്ങനെ എണീറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പലരെയും കാണുന്നത്. അതായത് നേരം വൈകി വന്ന ആ ടീംസൊക്കെ ഉണ്ടാവുമല്ലോ, അവരടുത്തൊക്കെ ഹായ് പറയണം നിങ്ങൾ കാണുന്നത്. കമ്മലൊക്കെ എൻ്റെ ചെക്കൻ എപ്പോഴും അഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൂസിൻ്റെ പരാക്രമം മൂലം കമ്മലൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് സെറ്റാക്കി. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ നെയിം റിവീൽ ചെയ്യണം. അത് സത്യം പറഞ്ഞാൽ പിന്നെയാണ് ഓർമ്മ വന്നത് കേട്ടോ. ഇപ്പോഴും എനിക്കത് ഓർമ്മ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അല്ലുവിനും തുമ്പീനെ ഒരു ഫോട്ടോയൊക്കെ എടുപ്പിച്ച് രണ്ടാളും കണ്ടോ, എജ്ജാതി പോസിംഗ് ആണ്. എനിക്ക് അല്ലുവിൻ്റെ ഷർട്ടും തുമ്പീൻ്റെ ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. തലേന്ന് കുറേ ടെൻഷൻ അടിച്ചാൽ എന്താ ലാസ്റ്റ് ഔട്ട്പുട്ട് എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ഇവിടുന്ന് എക്സ്പ്രഷൻ ഇട്ട് കൊടുക്കുകയാണ് കുട്ടിക്ക്, ഇതങ്ങനെ ചെയ്യും ഇതിങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എന്ത് കാണിച്ചു കൊടുത്താലും എൻ്റെ കുട്ടി അങ്ങനെ ചെയ്തോളും. പിന്നെ ഓളെ കയ്യിൽ നിന്നും കൂടെ കുറച്ച് എടുത്തിട്ട് ചെയ്തോളും. അത് കണ്ടിട്ടാണെന്ന് എല്ലാവരും പറയണ്ടേ, അമ്മേൻ്റെ എൻ്റെ മോള് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെയൊക്കെ ട്വിസ്റ്റ് ലാസ്റ്റാണ് കേസ്. ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് ഞങ്ങൾക്ക് ലാസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും നിങ്ങൾ ലാസ്റ്റ് കണ്ടോളൂ. അങ്ങനെ തുമ്പമ്മ അവിടെ ഹെവി പോസിംഗ് ആണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് നാണായിട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പേര് റിവീൽ ചെയ്യാൻ പോവാണ്. സത്യം പറയുകയാണ് ഇപ്പോഴാണ് ഓർമ്മ, അയ്യോ ഏട്ടാ നമ്മളെല്ലാം ചെയ്തു, പേര് മാത്രം വിളിക്കാൻ മറന്നുപോയിന്ന്. അങ്ങനെ നമ്മൾ നെയിം റിവീലിംഗ് ബോർഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ബോർഡിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മളെ വെൽക്കം ബോർഡും നെയിം റിവീലിംഗ് ബോർഡും ഒക്കെ നമ്മൾ ചെയ്തിരിക്കുന്ന പേജിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഈ നെയിം റിവീൽ ചെയ്യാൻ പോകുന്ന സമയത്തേക്ക് ടെൻഷൻ എന്ന് വെച്ചാൽ ഇവരാരെയും വള്ളി പിടിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പരിപാടി. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് ഇവരെ രണ്ടാളെയും മാനേജ് ചെയ്യുക, അതായത് അല്ലുവിനി തുമ്പിനി മാനേജ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് ഉണ്ടായിരുന്നത്. കാരണം ഇവരെ എവിടെയും പിടിച്ച് വലിച്ചിൻ്റെ പേരൊക്കെ ആദ്യം അങ്ങ് പോയി പോലെ. അപ്പോൾ ഞാനിങ്ങനെ അടി സൂക്ഷിച്ചെന്നൊക്കെ പറഞ്ഞ് ഇതെന്താ വരാത്തത്, ഞങ്ങളെ കയ്യിൽ ഇങ്ങനെ നല്ലടാ എന്നൊക്കെ പറഞ്ഞ മട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ സെറ്റാക്കി. ഇത് ഞങ്ങൾക്ക് അറിവില്ലായ്മ കൊണ്ടാണ് ഗൈസ്. പിന്നെ ഒന്നും ആരും കാണാൻ എൻ്റെ രണ്ട് മക്കൾ സമ്മതിച്ചില്ല. മുമ്പ് തന്നെ നന്നായി വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പേര് കാണിച്ചു.
കാണിച്ചു. വിയാൻ പാർത്ഥിവ്. കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പാർത്ഥിവ് ആരാന്ന്. ആക്ച്വലി വൈശാഖിൻ്റെ അച്ഛൻ്റെ പേര് പാർത്ഥസാരഥി എന്നാണ്. അപ്പോൾ അതിൻ്റെ ഷോർട്ടാണ് നമ്മൾ പാർത്ഥിവ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു വാല് വരാനുള്ള റീസൺ നമ്മൾ അല്ലൂസിനെ മീൻസ് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് അതൊരു പെൺകുട്ടിയായിരിക്കുന്ന. അപ്പോൾ ഞാൻ അവൾക്ക് പേരിട്ടത് ധ്രുവ എന്നായിരുന്നു. അതായത് ദൃശ്യൻ്റെ ദ്ര വൈശാഖിൻ്റെ വ, അങ്ങനെ ധ്രുവ എന്ന് പേരിടാൻ വേണ്ടി വിചാരിച്ച്. പക്ഷേ വന്നത് സ്വിച്ചുമണിയൊക്കെ ഉള്ള നമ്മുടെ അല്ലുമോനായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവനെ ധ്രുവ് എന്ന് പേരിട്ടു. അപ്പോൾ വെറും ധ്രുവ് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ഒരു വാല് വേണമല്ലോ എന്ന് വിചാരിച്ചപ്പം റീനമ്മയാണ് പറഞ്ഞത് പാച്ചച്ചൻ്റെ പേര് ഇങ്ങനെ ഷോർട്ട് കട്ടാക്കിയിട്ട് കഴിഞ്ഞാൽ രസമുണ്ട്. അപ്പോൾ ധ്രുവ് പാർത്ഥിവ്. അങ്ങനെയാണ് അല്ലുവിൻ്റെ പേര് ധ്രുവ് പാർത്ഥിവ് ആയത്. അത് കഴിഞ്ഞ് തുമ്പി മോളുടേത് ഞാൻ പെൺകുട്ടിയാണെങ്കിൽ മൃണാൾ, കാരണം മൃണാൾ താക്കൂർ നടിയില്ലേ, ആ ആളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ മൃണാൾ എന്ന് പേരിട്ടത്. അങ്ങനെ മൃണാൾ നിട്ട് മൃണാൾ പാർത്ഥിവ് എന്നായിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷേ എനിക്ക് എന്താ പറയുക, അൺഎക്സ്പെക്റ്റഡ്ലി അന്നിൻ്റെ അച്ഛനെ എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നി തുമ്പീൻ്റെ പേരിൻ്റെ കൂടെ അച്ഛൻ്റെ പേരോട് ചേർത്തിടണമെന്ന്. അങ്ങനെയാണ് മൃണാൾ ദിന പാർത്ഥിവ് എന്ന് വന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കാശിക്കുട്ടൻ, അവന് പേര് സത്യം പറയുകയാണെങ്കിൽ ഒന്നും ഞാൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരൊറ്റ കാര്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, പെൺകുട്ടിയാണെങ്കിൽ ദിന പാർത്ഥിവ് എന്ന് ചേർക്കും, ആൺകുട്ടിയാണെങ്കിൽ വെറും പാർത്ഥിവ് എന്ന് ചേർക്കും. അത് വേറെ ഒന്നുകൊണ്ടല്ല. അപ്പോൾ എൻ്റെ അല്ലൂട്ടനൊരു സങ്കടമാവും, അയ്യോ ഓൻ ഒറ്റയ്ക്കായല്ലോ എന്നൊരു ചിന്ത വരാൻ പാടില്ല ഫ്യൂച്ചറിൽ. അതുകൊണ്ട് ആൺകുട്ടിയാണെങ്കിൽ എന്തായാലും വെറും പാർത്ഥിവ് എന്നുള്ളതാണ് വാലായിട്ട് ആഡ് ചെയ്യുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ആൺകുട്ടിയായിരുന്നു. പക്ഷേ ഒരൊറ്റ പേര് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ആകെ ട്വിസ്റ്റായിപ്പോയി. പിന്നെ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് ഒപ്പിച്ചുണ്ടാക്കിയൊരു പേരാണ് വിയാൻ എന്നുള്ളത്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കുറേ കമൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സന്തോഷം കേട്ടോ. അങ്ങനെ നമ്മുടെ കാശിക്കുട്ടൻ്റെ പേര് വിയാൻ പാർത്ഥിവ് എന്നാണ്. അപ്പോൾ ധ്രുവ് പാർത്ഥിവ്, മൃണാൾ ദിന പാർത്ഥിവ്, വിയാൻ പാർത്ഥിവ്. അങ്ങനെ നമ്മുടെ 3 ശിങ്കിടിമണികളുടെ പേരും ഇതാണ്. കുറേ പേര് കമൻറ്റിലൊക്കെ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അവരുടെ 3 പേരുടെയും പേരെന്താന്ന്. ഓക്കെ, പിന്നെ വീട്ടിലിടാനുള്ള പേരും ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അല്ലുവിൻ്റെ തുമ്പീൻ്റെയൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ പേരിട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ കാശിക്കുട്ടൻ്റെ അങ്ങനെ ആയിരുന്നില്ല. ആൻഡ് കാശി കോമൺ ആയിട്ടുള്ളൊരു പേരാണ്, എന്താ അങ്ങനെ ഇട്ടതെന്ന് ചില കമൻസ് ഉണ്ടായിരുന്നു. കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കാശി എന്നുള്ളൊരു പേര് കണ്ടുപിടിച്ചത് തുമ്പമ്മയായിരുന്നു. പിന്നെ കുറച്ച് സെൻറ്റിമെൻ്റൽ സംഭവങ്ങൾ അതിലെല്ലാവരും കൂടെ വിട്ടു. അവൾ കൊട്ടിയൂർ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം സജസ്റ്റ് ചെയ്ത പേരാണ്, അപ്പോൾ അത് തന്നെ കിടന്നോട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ആ വിശ്വാസത്തിന് പുറത്ത് ഞാൻ അങ്ങനെ കാശി നിട്ടു. കുഴപ്പമില്ല അല്ലേ, രസമല്ലേ, അല്ലു തുമ്പി കാശി സെറ്റാണ്. അപ്പോൾ നമ്മുടെ കാശിക്കുട്ടനെ പേര് വിളിക്കുന്നതാണ്. വൈശാട്ടൻ എത്രയോ റഷ്യായി വിളിക്കുന്നത്. എന്തായാലും വൈശാട്ടൻ വിളിച്ചിട്ടുണ്ടോ, ഞാൻ വിളിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ പേര് ഓർക്ക പറയുന്ന ആരൊക്കെയോ പറയുന്നുണ്ട്. ബാക്കിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ദൂരോട്ട് കണ്ടുപിടിക്കാത്തവരാണെന്ന് തോന്നുന്നു. എല്ലാവരോടും പറയാൻ പറഞ്ഞിട്ടുണ്ട്. വൈശാട്ടനുള്ള സൗണ്ടിലൊക്കെ വൈശാട്ടൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വിയാൻ പാർത്ഥിവ് എന്ന്. അങ്ങനെ നമ്മൾ ചെക്കൻ്റെ ഇത് അവന് കേൾക്കാൻ വേണ്ടിയിട്ടും ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഒരു 10-20 വട്ടം വൈശാട്ടൻ പേര് വിളിച്ചിട്ടുണ്ട്. ചെക്കൻ എന്തായാലും പേര് മറക്കൂല കേട്ടോ. അങ്ങനെ നമ്മുടെ കാശിക്കുട്ടൻ്റെ പേര് വിയാൻ പാർത്ഥിവ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ള കമൻറ്റ്സ് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ്റെ കാലത്തെ തണ്ടയൊക്കെ കുഞ്ഞു കൈയാട്ടോ, കുഞ്ഞു കയ്യും കുഞ്ഞു കാലൊക്കെയാണ് ഉള്ളത് നമുക്ക്. അപ്പം നമ്മൾ തണ്ട നന്നായി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്ലെക്സിബിൾ ആയിട്ടുള്ള തണ്ടയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ആ സംഭവം ഇട്ട് കൊടുക്കാം, നമ്മൾ ഫോട്ടോ എടുക്കില്ല, അപ്പോൾ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നെയിം റിവീലിംഗ് കഴിയുമ്പോഴത്തേക്കും ഓരോരുത്തർ കുറച്ച് ടീമായിട്ട് ഇങ്ങനെ താഴേക്ക് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു, സദ്യയായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ വിചാരിച്ച പോലെയൊക്കെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ വിളിച്ചിട്ട് വരാൻ പറ്റാത്ത കുറച്ച് ആൾക്കാർ നമ്മളെടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, വരാൻ പറ്റിയില്ല അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ട തുമ്പമ്മയുടെ ബ്ലൗസിൻ്റെ ബാക്ക് ഉണ്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടോ. ഇത് എത്രാമത്തെ വട്ടമല്ലേ ഞാൻ പറയുന്നത്, കണ്ടാൽ ഞാൻ പറയും, അല്ലാതെ എന്ത് ചെയ്യാനമല്ല പറയണതൊന്നും നമ്മൾ പറയണ്ടേ. പിന്നെ ഇവരെ ഇരുത്താനും നിർത്താനും ഒക്കെ ആയിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. ഇവരെ അവിടെ നിന്ന് ഇവിടുന്ന് എന്തൊക്കെയോ തിന്ന് വരേണ്ട. ഒരുത്തനോട് ചിരിക്കാൻ പറയും വിളിച്ച് കാട്ടുന്ന അല്ലൂസ്, വേറൊരുത്തി കാലിലോട്ട് പോയി ഉമ്മ വെക്കുന്നു. ഫുൾ കോമഡിയാണ്. ഒരു പിക്ക് കിട്ടാൻ ഒരു 100 പിക്ക് എടുത്തിട്ടുണ്ടാവും. സൂര്യപ്രസാദ് നല്ലോണം കഷ്ടപ്പെട്ടുണ്ടാവും കേട്ടോ. ബ്രദറിൻ്റെ അടുത്ത് വലിയൊരു താങ്ക്സ്, കാരണം അത്രയും ക്ഷമയോട് കൂടിയിട്ട് നിന്നതിന്. കാരണം അല്ലുവിനെയും തുമ്പീനെയും കാശിനെയും ഒക്കെ കൂടെ ഒരുപോലെ ഒന്ന് കിട്ടണമെങ്കിൽ കുറച്ച് പാടല്ലേ. അതുകൊണ്ട് പിന്നെ ഞാൻ 24 മണിക്കൂറും പോസ് ചെയ്തുകൊണ്ടായതുകൊണ്ട് പിന്നെ എന്നെക്കൊണ്ടുള്ള ബുദ്ധിമുട്ട് വലിങ്ങനെ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഏതോ എന്താ പറയുക, ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലെ അത് ഒരുത്തി അപ്പുറത്ത് വിട്ട് നിൽക്കുന്നുണ്ടോ. റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടിയ പോലെയാണ് ഒരുത്തി അപ്പുറത്ത് പോയി ഇരിക്കുന്നത്. ഇങ്ങോട്ട് വാ തുമ്പി, ഇങ്ങോട്ട് നോക്ക് തുമ്പി എന്നൊക്കെ 1000 വട്ടം പറയണ്ടേ. അപ്പോൾ അത് ദൂരെ വിട്ട് നിന്ന് നോക്കുന്നു, നിങ്ങളെ ഞാൻ ഇവിടെ നിന്ന് നോക്കാമെന്നുള്ള മട്ടിൽ. അങ്ങനെ മൊത്തത്തിൽ എന്താ പറയുക, ഇവരെ അച്ഛൻ പേര് പറയില്ല, ഇനി ഞാൻ പേര് പറയട്ടെ, ഒരുത്തൻ അപ്പുറത്തുനിന്ന് പേര് പറയുന്നത്. അപ്പോൾ ഗൈസ്, ഞങ്ങളാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത്. അവർക്ക് ഇതിൻ്റെ നന്ദി ഉണ്ടായാൽ മതി. നന്ദി. അത് ശരിയാണ് ഗൈസ്, നന്ദി വേണം, നന്ദി എന്നല്ലേ. അപ്പോൾ എനിക്ക് പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു. വീഡിയോ എടുത്ത് തന്നത് ഈ ടീംസിൻ്റെ അടുത്തും അതുപോലെ തന്നെ നമ്മൾ അശ്വിനീൻ്റെ അടുത്തൊക്കെ താങ്ക്സ് പറയുകയാണ്. പിന്നെ മൊട്ടുമാണ് കുറേ ലോങ് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അശ്വിനി, മൊട്ടു, ഉണ്ണി, പൊന്നു എല്ലാവരുടെ അടുത്തും താങ്ക്സ്. അങ്ങനെ പറയുന്നത് നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ തമ്മിൽ എന്തിനാട്ടാ താങ്ക്സിൻ്റെയൊക്കെ ഒരു നന്ദിയുടെയൊക്കെ ഒരു കാര്യം ഉണ്ടോ. പിന്നെ നമ്മൾ ടീംസ് എല്ലാവരും അമ്മമ്മയൊക്കെ വിളിച്ച് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാൻ അന്ന് കണ്ടപ്പോൾ പറഞ്ഞതായിരുന്നു അമ്മമ്മ എന്തായാലും വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്മിതേച്ചിൻ്റെ അവിടുന്ന് അമ്മമ്മയും ബിന്ദേച്ചി അങ്ങനെ
എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ കസിൻസ് ടീമാണ്. ഇവരും എങ്ങനെയാണ് കറക്റ്റ് ഡ്രസ് കോഡിൽ വന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പിന്നെ ഇത് അമ്മച്ചൻ്റെ അനിയത്തിയും ഹസ്ബൻഡും ആണ്. പിന്നെ വേറൊരാളുണ്ടായിരുന്നു, ആൾക്ക് വയ്യാത്തതുകൊണ്ട് വരാൻ പറ്റിയില്ല. പിന്നെ സലുവേച്ചി, മക്കള്, അമ്മായിമാർ, ഇത് അമ്മേൻ്റെ 2 നാത്തുമാരുണ്ട് ദപ്പുറത്തും ദിപ്പുറത്തും നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നാത്തുമാരെ കൂടെ എടുത്തതിന് ശേഷം ഇതിൻ്റെ ഫ്രണ്ട്സാണ്, +2 ഫ്രണ്ട്സാണ്. ആക്ച്വലി എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. കാരണം നമ്മൾ വിളിച്ചപ്പോൾ തന്നെ വേഗം വന്നില്ല. ഇത് മാലു, ഇത് കസിൻസ് എല്ലാവരും ഉണ്ട് കേട്ടോ. മാലും ഹസ്ബൻഡും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ അപ്പു, ആര്യ, നമ്മളെ കിച്ചുട്ടൻ എല്ലാവരും പാടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. കുറേ നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഫ്രെയിമാണ് എല്ലാവരും പറഞ്ഞത്. ഈ ഒരു ഫ്രെയിം കാണാൻ നല്ല രസമുണ്ടായിരുന്നു, എല്ലാവരും വൈറ്റ് ആയിട്ടെന്ന്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണെങ്കിലും അങ്ങനെ ഒരു ഫ്രെയിം കിട്ടിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇത് കല്യാണീൻ്റെ അച്ഛനും അമ്മയാണ്, എല്ലാവർക്കും അറിയാൻ മതിയാവും, നമ്മുടെ വീഡിയോസിലൊക്കെ മുൻപ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വല്യമ്മയ്ക്ക് വരാൻ പറ്റിയില്ലെങ്കിലും വല്യമ്മയുടെ മക്കളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപാടിക്ക്. പിന്നെ ഇത് എൻ്റെ പാപ്പനും അതുപോലെ അമ്മായിൻ്റെ മോനും എല്ലാവരുമാണ്. പിന്നെ സുമിഷേനെ നിങ്ങൾക്ക് അറിയാൻ മതിയാവും, എൻ്റെ ഫ്രണ്ടാണ്. അവളെൻ്റെ എന്തൊരു കാര്യത്തിന് വിളിച്ചാലും ഓടിയെത്തുന്ന ഒരാളാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ വലിയ കുടുംബം, ചെറിയച്ഛൻ്റെ മക്കളും ഭർത്താക്കന്മാരും പിന്നെ പേരക്കുട്ടികളും ഒക്കെയാണ്. ഇവിടെ എന്താ നടക്കുന്നത്, ഇതെന്തരും. പിന്നെ അപ്പുറത്തു നിന്നൊക്കെ എല്ലാവരും ക്ലിപ്സൊക്കെ, ഇതൊക്കെ ആരൊക്കെയോ എടുത്ത് വെച്ച ക്ലിപ്സാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിന് വയ്യാലൊന്നും പോയില്ല. പിന്നെ നമ്മളെ സ്നേഹചേട്ടനും രേഖേച്ചി എല്ലാവരും ഉണ്ടായിരുന്നു. അനീഷേട്ടനും വയ്യായിട്ട് കൂടിയും ചേച്ചി അനീഷേട്ടനൊക്കെ പരിപാടിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു സങ്കടവും സന്തോഷവും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ണിയച്ഛനും റീനമ്മയും അതുപോലെ ചെറിയമ്മയും മക്കളും അങ്ങനെ എല്ലാവരുടെ കൂടെയും ഫോട്ടോസൊക്കെ എടുത്തു. നമ്മളെ ടീംസ് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ എടുത്ത്, നമ്മളെ ബാല്യകാല സുഹൃത്തുക്കളാണ് ഗൈസ് ഇവരെല്ലാം. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ്. അപ്പോൾ അവർ പറയും എനിക്ക് കുറച്ച് ഏജ് കൂടുതലാണ്, അങ്ങനെയൊന്നും ഞാൻ പറയാറില്ല. പിന്നെ നമ്മളെ കിച്ചുട്ടനും കാശിക്കുട്ടനും വെച്ചിട്ട് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ അല്ലുവിനും തുമ്പീനും ഞാൻ കണ്ടിട്ടില്ല മക്കളെ, ഒരു വഴിക്ക് ഓരങ്ങ് പോവുകയാണ് ചെയ്തത്. പിന്നെ ഓരെനിക്ക് കിട്ടിയിട്ടേ ഇല്ല. പിന്നെ നമ്മളിത് അവിടെ ഇരുന്ന് കുറച്ച് നേരം പിന്നെ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. പിന്നെ ഞങ്ങൾ പരസ്പരം നോക്കി നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കി നിന്ന്, എത്രയെന്ന് വെച്ചിട്ടാണ് നോക്കി നിൽക്കുക. 8 കൊല്ലമായില്ലേ നോട്ടം. അത് കല്യാണം കഴിഞ്ഞിട്ട്, കല്യാണത്തിന് മുന്നേയുള്ള നോട്ടം വേറെ, ഇങ്ങനെ എത്ര വർഷങ്ങൾ. പിന്നെ നമ്മൾ നോക്കി തന്നെ അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനാ മല്ലയ്യ. അങ്ങനെയൊക്കെ പറയുമെങ്കിൽ ഈ നോട്ടം വേറെ അടയ്ക്കാൻ പോയിട്ട് എൻ്റെ സ്വാഭാവിക മനുഷ്യനറിയും. ഓക്കെ, ബൈ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത്, പിന്നെ കുറേയൊക്കെ ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എൻ്റെ സെലക്ഷൻ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, പിന്നെ കിച്ചുട്ടൻ ഓരോരുത്തർ മാറി എടുക്കായിരുന്നു. എൻ്റെ കുട്ടിക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ട്. പിന്നെ കാശിക്കുട്ടനെ വെച്ച് ഞാൻ വേറെയും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. കുറേ ഒന്നും റീൽസാക്കി ഇടാനുള്ള കുറേ ഉണ്ട് കേട്ടോ, പക്ഷെ ഒന്നും ഫുള്ളായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളെ ഹേഷുമ്മ കണ്ടോ, ഹേഷുമ്മ മുടിയൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കുറേ ആയി കണ്ടിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരിചയക്കുറവ് ചെറുതായിട്ടുണ്ടോ എന്നൊരു സംശയം കേട്ടോ. കുട്ടി ആക്ച്വലി ഈ ഉടുപ്പൊക്കെ ഇട്ടിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അത്രേ. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അലമ്പായി ഇത് മാറ്റി വേറെ ഡ്രസ്സൊക്കെ ഇട്ടതാണെന്ന്. പിന്നെ ഇനി ഇവർ കുറച്ച് കഴിയുമ്പോൾ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് പോകാൻ നിൽക്കുകയാണ്. അല്ലും തുമ്പിയൊക്കെ അടാറ് ഓട്ടത്തിലായിരുന്നു. തുമ്പി പിന്നെ സ്വയം മേല് വേനയാക്കുന്ന പരിപാടികളൊന്നും എടുക്കൂലെങ്കിലും അല്ലൂസ് അങ്ങനെയല്ല, അല്ലൂസ് നല്ല ഓട്ടത്തിൽ തന്നെയായിരുന്നു. നമ്മളതിൻ്റെ ഇടയിൽ കൂടെ ചെറുതിനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ സിംഗിൾ പിക്സ് വളരെയൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഇവരെ എവിടെ നിന്നൊക്കെയാണ് വർക്കി കൊണ്ടുപോകുന്നത്, അമ്മയും അച്ഛനും കൂടെ ഒരു ഫോട്ടോ എടുത്തില്ല എന്നുള്ളത് പിന്നെയാണ് നോക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഓരോക്കെ കൂട്ടി വന്ന്, അമ്മ ഭക്ഷണം കഴിക്കാനൊക്കെ താഴെ പോയതിന് അങ്ങനെ ഓരോക്കെ കൂട്ടി വന്ന് പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. ഇനിയും താഴോട്ട് പോയിട്ടില്ലെങ്കിൽ ചോറുണ്ടാവില്ല, വീട്ടിൽ പോയിട്ട് കഞ്ഞി വെച്ച് കുടിക്കേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥയിലെത്തിയപ്പോൾ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പൂസ്, കണ്ണൻ, ഞാൻ, വൈശാട്ടൻ, അപ്പു, അശ്വനി, ഞങ്ങൾ ഇത്രയും പേരായിരുന്നു ഭക്ഷണം കഴിക്കാൻ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും കൂടെ വന്ന് കഴിച്ചപ്പോൾ ശുഭം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇവർക്ക് പോകണമെങ്കിൽ കാർ ഇവരാണല്ലോ ഓടിക്കേണ്ടത്. അപ്പോൾ ഇവർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലേ അവർക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ പയ്യെ ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഭക്ഷണം കഴിക്കട്ടെ, നല്ല വിശപ്പുണ്ട്. എന്നാൽ സത്യം പറയുകയാണെങ്കിൽ അത്രയും നേരം ആടെ ഇരുന്ന് വായിട്ട് അലയ്ക്കുമ്പോഴും ഇരുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഒന്നും അധികം വിശപ്പറിയില്ല. പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ടൊരു വിശപ്പുണ്ട് മക്കളെ. അത് എപ്പോഴും എനിക്ക് അങ്ങനെ തന്നെ, എന്ത് ഷൂട്ടും കാര്യം ഉണ്ടെങ്കിലും ഞാൻ വിശപ്പറിയാണ്ടിരിക്കും. പിന്നെ തിരിച്ച് വന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെയും നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ കുറച്ച്. ആക്ച്വലി ഈ ഫോട്ടോസൊന്നും ഞാൻ ഇതുവരെ പോസ്റ്റ് ചെയ്തില്ല. ചിലപ്പം ഞാനിത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുക. എന്തായാലും നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ തിരിച്ചു പോരാൻ നിൽക്കുകയാണ്. തിരിച്ചു പോരാൻ നിൽക്കുമ്പോഴത്തേക്ക് തുമ്പിയൊക്കെ പിന്നെ ഫുൾ അലമ്പൊക്കെ വേഗം വീട്ടിൽ പോരണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. കുറേ നേരമായല്ലോ നീ ട്വിസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ മനസ്സ് വിചാരിക്കണമെങ്കിൽ ഞാൻ അതേ പറയാം. തുമ്പീൻ്റെ കൈ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഒരു പണി തന്നു. തുമ്പിയുടെ കൈക്ക് വേദന ആവുന്നു എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് സുമിഷ പോകുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബൈ ഞാൻ പറയാൻ വന്ന കാര്യം മറന്നുപോയി. തുമ്പി, അല്ലൂസും മക്കളെല്ലാവരും ഇവിടുന്ന് ഓടി കളിക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ തുമ്പിക്ക് എന്തോ പറ്റിയോ എന്നുള്ള കാര്യമൊന്നും ഞാൻ അറിയണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ തുമ്പി കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ നേരമായപ്പോൾ അവൾ കൈക്ക് വേദനയൊക്കെ പറയുണ്ടായി. അപ്പോൾ എങ്ങനെയാണ് പറ്റിയതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ കുട്ടി കൈ തൊടാൻ സമ്മതിക്കണേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആകെ പേടിച്ചു പോയി. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇത് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അവൾക്ക് കൈക്ക് വയ്യാന്നുള്ളത് ഞങ്ങൾ അറിയുന്നത്. ഉരുളിയും കിണ്ണമൊക്കെ എടുത്തിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുകയാണ്. എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ട്വിസ്റ്റ് പോലെ അവൾ ഇത് ഈ വേദന
വേദന പറയുന്നത്. പിന്നെ ഞങ്ങൾ കിളി പാറി, കാരണം കുട്ടി കൈ ആരെക്കൊണ്ട് തൊടാൻ സമ്മതിക്കില്ല, പെരുങ്കരച്ചിലും. അപ്പോൾ ഞങ്ങൾക്ക് ആകെ പേടിയായി. കുന്നമംഗലത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ കാരന്തൂർ പോയിട്ട് കൈ കാണിച്ചിട്ടോ, കൈ കാണിച്ചിട്ട് അവിടെ നിന്ന് കൈ കെട്ടിച്ചിട്ടൊക്കെയാണ് ഗൈസ് നമ്മൾ പോകുന്നുണ്ടായിരുന്നത്. തുമ്പി അതേ വാശി പിടിച്ച് നിലത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ കരഞ്ഞിട്ട്. എന്താ പറ്റിയത് കുട്ടി പറയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒന്നും ശ്രദ്ധിക്കണമല്ലോ, അവള് വാശിക്ക് കരയാന്ന് ഞങ്ങളെല്ലാവരും വിചാരിച്ചത്. പക്ഷെ താഴെ എത്തിയപ്പോഴത്തേക്കും പിന്നെ കുട്ടി കരച്ചിൽ കൂടി. പിന്നെ കുറേ നേരത്തെ ഞങ്ങൾ ക്ലിപ്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, എല്ലാവരും കിളി പാറിയതായിരുന്നു. പിന്നെ നമുക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് കയ്യിൽ ഒന്ന് എന്താ പറയുക ഒന്ന് ജസ്റ്റ് കെട്ടിയിട്ടുണ്ട്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. 2 ദിവസം കഴിഞ്ഞ് അയച്ച് കളഞ്ഞോളാൻ പറഞ്ഞു. പക്ഷേ എന്നാലും കൈ ശ്രദ്ധിക്കാൻ പറഞ്ഞു, കുട്ടികളാണ് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ ടെൻഷനൊക്കെ അടിച്ച് പിന്നെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും പിന്നെ ഏറെക്കുറെ നോക്കിയായിട്ടോ. കൈക്ക് വയ്യെങ്കിലും സാരില്ല, വീഡിയോ ഓണാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ചിരിക്കുന്നുള്ളത് മട്ടിലായിരുന്നു എൻ്റെ കുട്ടി. പക്ഷേ കുറേ കാര്യമൊക്കെ ചെയ്തിട്ടോ, എപ്പോഴെങ്കിലുമൊക്കെ വേദനയാകുമ്പോൾ ഭയങ്കര സങ്കടം പറച്ചിലായിരുന്നു. പിന്നെ അതാ ഉണ്ണിയച്ഛൻ തിരിച്ചു പോവുകയാണ്, കാരണം ഉണ്ണിയച്ഛൻ്റെ മീറ്റിങ്ങോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് പരിപാടി കഴിഞ്ഞ് രാത്രി തന്നെ പോയി. ഉണ്ണിയച്ഛനെ കൊടുവള്ളിയിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വൈശാഖനാണ് കേട്ടോ പോണത്. അപ്പോൾ അവരങ്ങനെ പോയിട്ടാ. ഇനിയിപ്പോൾ തുമ്പമ്മേനെ കൊണ്ടുപോയി ഉറക്കട്ടെ, അതാണ് വലിയ ടാസ്ക്. പിന്നെ ഗൈസ്, നിങ്ങൾ സാരീൻ്റെ മുന്താണിയിലുള്ള വർക്ക് ഇതാണ് കേട്ടോ. അല്ലും തുമ്പിയും കാശിയുള്ള ഫോട്ടോ വെച്ചിട്ട് നല്ലൊരു അടിപൊളി മുന്താണി. എനിക്ക് കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായി കാണിച്ചു തന്നെ. ഇപ്പോൾ എനിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ഗൈസ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെ പ്ലീറ്റ് ഇടാതെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. നമ്മുടെ അല്ലും കിച്ചുട്ടനും ഒക്കെ ആയിട്ട് ഭയങ്കര കളിയിലാണ് കേട്ടോ. തുമ്പമ്മ പിന്നെ സൈഡായി ഗൈസ്. പിന്നെ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും അടുത്ത് കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെറിയ സങ്കടവും കാര്യങ്ങളൊക്കെയാണ്. ഓൾ അച്ഛൻ്റെ അടുത്ത് കിടന്ന് സങ്കടം പറച്ചിലാണ്. ഇവിടെ ചേട്ടൻ അനിയനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കിച്ചുട്ടൻ അവിടെ കിടത്തി കൊടുത്താൽ അല്ലോട്ട് അങ്ങനെ കളിപ്പിച്ചോളൂ കേട്ടോ. നമ്മളെ കാശിക്കുട്ട എന്താ ആര്യമാമീൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മുടെ കാശിക്കുട്ടൻ്റെ നൂലുകെട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. ടാറ്റ ബേബി, സീ യു, ബൈ.